ഈ ഒരു വയോജന മഠം, ഗുരുപ്രിയ വയോജന മഠത്തിൻ്റെ ഈ ഒരു ഫംഗ്ഷന് ഔദ്യോഗികയെ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് അമ്മയുടെ പാദങ്ങളിൽ നന്ദി അർപ്പിക്കുകയാണ്. കൈവിടാതെ ഞങ്ങളെ, ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ സാധകർക്ക് മനസ്സിലാക്കിയ തന്ന ഗുരുദേവൻ എത്രത്തോളം ആഴത്തിലാണ് ഈ വാക്കുകളെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, അതിൽ നിന്നും ദൈവമാണ് നമ്മളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും കാത്തുകൊണ്ടിരിക്കുന്നത്. മാതാ ഗുരുപ്രിയയുടെ നേതൃത്വത്തിൽ വയോജന മഠത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അമ്മയെ എനിക്ക് വളരെ നാളത്തെ വർഷങ്ങളോളം പരിചയമുള്ളതാണ്. ഒട്ടനവധി നമ്മുടെ സംഘടനയുടെ ഗുരുധർമ്മ പ്രചരണ സംഘത്തിൻ്റെ ഒരു സംസ്ഥാന ചെയർമാൻ എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും ഗ്രാമാന്തരങ്ങളിൽ ഒരു മാസം 3-4 പരിപാടികൾ സംഘടിപ്പിക്കുകയും അവിടെ സന്യാസി ശ്രേഷ്ഠന്മാരെയും അതുപോലെ അറിവുള്ള പണ്ഡിതന്മാരെയും ഒക്കെ കൊണ്ടുവന്ന് പ്രഭാഷണങ്ങൾ നടത്തിപ്പിക്കുകയും അതിലൂടെ ഗുരുദേവ ദർശനങ്ങളും ഗുരുദേവൻ്റെ സങ്കല്പങ്ങളും സാക്ഷാത്കരിക്കപ്പെടുവാനും ആ ഗുരുദേവൻ്റെ നിർദ്ദേശമനുസരിച്ച് ചെയ്തിട്ടുള്ള മിക്ക ചടങ്ങുകളിലും മാതാ ഗുരുപ്രിയ ഒരു മുഖ്യ അതിഥിയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ അമ്മയോടുള്ള സ്നേഹം, അമ്മ അനുഭവത്തിൻ്റെ പാഠത്തിൽ നിന്ന് പഠിച്ച് പ്രസംഗം എഴുതി പഠിക്കാതെ ആ അനുഭവമാണ് അമ്മ മിക്ക വേദികളിലും പ്രസംഗിച്ചിരുന്നത്. നമുക്കറിയാം, കുടുംബം, സഹോദരങ്ങൾ, ഭർത്താവ്, മക്കൾ, കുടുംബജീവിതം, രാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തനം, അങ്ങനെ വ്യവസായം, അങ്ങനെ അമ്മ ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ, ചെയ്തിട്ടില്ലാത്ത മേഖലകൾ വളരെ കുറവായിരുന്നു. അപ്പം അത്തരത്തിലുള്ള മേഖലകളിലൂടെ പ്രവർത്തിച്ച് കിട്ടിയ അറിവാണ്, അതിൻ്റെ ദോഷവശങ്ങളില്ലാത്ത നല്ല വശങ്ങളാണ് അമ്മ ആ സദസ്സുകളിൽ, ആ വേദികളിൽ അമ്മ പ്രസംഗിച്ചിരുന്നത്. അതൊട്ടനവധി ആളുകൾക്ക് അറിവായി ലഭിക്കുകയും അവരുടെയൊക്കെ ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്യുന്നതിലൂടെ ഒട്ടനവധി പുരോഗതി ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിലാണ് അമ്മയെ മിക്ക വേദികളിലും നമ്മൾ പങ്കാളി ആക്കിയിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഞാൻ പറയും, പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തില്ല. നമ്മൾ വിവാഹം കഴിക്കാതെ, കുടുംബജീവിതം നയിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ വ്യവസായം ചെയ്യാതെ നമുക്ക് ഉപദേശിക്കാൻ പറ്റും പുസ്തകങ്ങളൊക്കെ വായിച്ച് കിട്ടുന്ന അറിവുകൾ. പക്ഷേ പ്രായോഗിക തലത്തിൽ ഒരു വിവാഹം കഴിച്ചവന് മാത്രമേ ഭാര്യയെ എങ്ങനെ, കുടുംബജീവിതം എങ്ങനെ സന്തുഷ്ടമാകണം, ഭാര്യയെ എങ്ങനെ നിലനിർത്തണം, ഭാര്യയ്ക്ക് ഭർത്താവിനെ എങ്ങനെ നിലനിർത്തണം, ബന്ധങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം, അത് കെട്ടുറപ്പോടുകൂടി കൊണ്ടുപോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ അതുപോലെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നു, അവരെ ജോലി മേടിപ്പിക്കുന്നു, നമ്മുടെ സ്വന്തം പുരയിടത്തിൽ കൃഷി ചെയ്യുന്നു. അതല്ലാതെ നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ച് വാഴയ്ക്ക് ഇന്ന വളമിട്ടാൽ മതി, അല്ലെങ്കിൽ ഇന്നതിട്ടാൽ മതി എന്നൊന്നും പറഞ്ഞാൽ ഉണ്ടാവത്തില്ല. അപ്പം ചാഴി കയറും, വളവിട്ടാലും അത് നശിക്കും. അതിനൊക്കെയുള്ള ഒട്ടനവധി ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ അനുഭവം അറിയാവൂ. അപ്പം തീർച്ചയായിട്ടും ഞാനിത് പറഞ്ഞു വരുന്നത്, മാതാ ഗുരുപ്രിയയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ്. അപ്പം ഗുരുദേവ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ശാശ്വതീകാനന്ദ സ്വാമിയോട്, ബാഹുലയൻ സാറിനോടൊക്കെ ഒപ്പം വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിപ്പിച്ച് അതിന് ദൈവം ഇപ്പോൾ അമ്മയുടെ കൈകളിൽ കൊണ്ടുകൊടുത്തേക്കുന്ന ഒരു നിധിയാണ് ഇന്നിവിടെ നമ്മളിനി ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്ന വയോജന മഠത്തിൻ്റെ ഉദ്ഘാടനം. തീർച്ചയായിട്ടും നമ്മൾ ശിവഗിരി മഠം നമുക്കറിയാം, മാതാ അമൃതാനന്ദമയി അറിയാം, അതുപോലെ ഒട്ടനവധി മതസ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. പക്ഷേ ആ സ്ഥാപനങ്ങൾ എപ്രകാരമാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അപ്രകാരമാണ് ഈ സ്ഥാപനവും അമ്മ ഇന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നാളെയുടെ നാളുകളിൽ ഈ ശിവഗിരി മഠം പോലെ അവർ ചെയ്യുന്ന സ്കൂളുകളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും അതുപോലെ മാതാ അമൃതാനന്ദമായി ചെയ്യുന്നവർ, അതൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്ന് ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ അമ്മയുടെ ഈ സ്ഥാപനത്തിനും മാതൃകാപരമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അമ്മയ്ക്ക് നിലനിൽക്കുവാൻ, ഈ പ്രദേശത്തെ സാധാരണക്കാരായ ആളുകൾക്ക് നിലനിൽക്കുവാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതുപോലെയുള്ള ആതുര സ്ഥാപനങ്ങളുമൊക്കെ സ്ഥാപിക്കുവാൻ അമ്മയ്ക്കും ഇനി അമ്മയെ പിന്തുടർന്നവർക്കും കഴിയുവാൻ സാധിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇന്നലെ വരെ
എനിക്കിപ്പം 58 വയസ്സ് കഴിഞ്ഞു. അപ്പം എൻ്റെ കുഞ്ഞുനാളിൽ തൊട്ട് എൻ്റെ വീട്ടിലെ സാഹചര്യം, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അല്ലെങ്കിൽ മാമന്മാരുണ്ട്, എൻ്റെ സഹോദരങ്ങളുണ്ട്. ഉത്സവമായാലും ഓണമായാലും നമ്മുടെ വീട്ടിൽ വരിക, നമ്മൾ അങ്ങോട്ട് പോവുക, പരസ്പരം നമ്മൾ അവരെ സഹായിക്കുക എന്നുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഓണം വന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിലല്ല സൽക്കാരം, നമ്മൾ നേരെ ടൂർ പോവുകയാണ്. കുടുംബവും നമ്മൾ കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ച് നമ്മൾ ടൂർ പോകുന്നു. അത്തരത്തിലുള്ള ഓണമില്ല, സംസ്കാരമില്ല, മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കുന്നില്ല, അവർക്ക് വേണ്ടുന്ന കെയർ നമ്മൾ കൊടുക്കുന്നില്ല. നാളെ നമ്മുടെ സ്ഥിതി എന്താണ്? നമ്മുടെ അച്ഛനെയും അമ്മയെയും നമ്മൾ സംരക്ഷിക്കാതെ ഇത്തരത്തിൽ ജീവിക്കുമ്പോൾ നാളെ നമ്മുടെ സ്ഥിതി ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്നതിനേക്കാൾ വളരെ ദുഷ്കരമായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, അവരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ സഹോദര സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുക, അത്തരത്തിലുള്ള മൂല്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഞാൻ എൻ്റെ കാര്യം ഞാൻ പുകഴ്ത്തി പറയുവാനല്ല പറയുന്നത്. ഞാൻ ഒരു ദേവസ്വം ബോർഡ് എംപ്ലോയി ആയിരുന്നു. അതിനുശേഷം ഞാനൊരു നല്ല കർഷകനാണ്. ഒരു 500-1000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന വ്യവസായശാല ഞാൻ നടത്തിയിരുന്നതാണ്. ഇപ്പോഴും 10, 100, 150 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, കലാരംഗത്ത്, അതുപോലെ ഈ രാഷ്ട്രീയ രംഗത്ത് ഗുരുദേവൻ്റെ ശാഖയിലും താലൂക്ക് യൂണിയനിലും ഗുരുധർമ്മ പ്രസംഗത്തിലൊക്കെ ആക്റ്റീവായി ഇന്നും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ മക്കളെ വിദ്യാഭ്യാസവും ചെയ്യിപ്പിച്ചു, ഉന്നത വിദ്യാഭ്യാസവും ചെയ്യിപ്പിച്ചു. 66 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കേരളത്തിൽ ഗ്രാമാന്തരങ്ങൾ സ്ഥാപിക്കുവാൻ, 100 കണക്കിന് സ്കൂളുകൾ സ്ഥാപിക്കുവാൻ, വിദ്യാഭ്യാസം ചെയ്യുവാൻ സാഹചര്യമില്ലാതിരുന്ന ഒരു വലിയ ജനതയെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരുവാൻ അവസരമൊരുക്കിയത് ആർ ശങ്കറാണ്. തീർച്ചയായിട്ടും അതെല്ലാം ഗുരുദേവ ദർശനമാണ്. ഗുരുദേവൻ്റെ ദർശനങ്ങൾ അക്ഷരാർത്ഥത്തിൽ സാക്ഷാത്കരിച്ചത് ആർ ശങ്കറാണ്. അതുപോലെ സ്വാമി ശാശ്വതികാനന്ദയെ നമുക്കറിയാം. അതിൻ്റെയൊക്കെ ഇരിക്കുന്ന ഇനി മാതാ ഗുരുപ്രിയ നമ്മൾ നിസ്സാരമായി കാണണ്ട. ഇത്തരത്തിലൊക്കെ ചെയ്യുവാനുള്ള ഒരു ആർജവം, അതുപോലെ ആ അമ്മയുടെ കുടുംബം, മക്കളുമാരെല്ലാം അവരുടെയൊക്കെ പ്രചോദനം കൊണ്ടാണ്, അവരുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ടാണ് ഇത്തരത്തിൽ അമ്മ പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നാളെയുടെ നാളുകളിൽ നമുക്കെല്ലാം ഒരു കൂട്ടായ്മയോടുകൂടി നിന്നുകൊണ്ട് ഇവിടെ ഈ വയോജന സദനവും അവർക്ക് വിദ്യാഭ്യാസവും പ്രായമായ പോലും അവർക്ക് അറിവ് പകർന്നു കൊടുക്കത്തക്ക രീതിയിൽ മാസത്തിൽ 4 പ്രാവശ്യമെങ്കിലും ഇവിടെ അതിനെ ശ്രമിക്കുവാൻ, അംഗീകരിക്കുവാൻ 100 കണക്കിന് ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ടാകണം. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി വിചാരിച്ചാൽ തീർച്ചയായും നാളെ സ്കൂളുകളായാലും ഈ ഹോസ്പിറ്റലുകളായാലും ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് സ്കൂളുകളും കോളേജുകളും ഒക്കെ എന്ന് പറഞ്ഞാൽ കപടമാണ് നടത്തുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നാലും പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രത, സ്കൂളുകളിൽ ചെന്നാലും അതിനേക്കാൾ വ്യഗ്രത. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇതിനെല്ലാം വ്യത്യസ്തമായി അർഹതപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ആലംബഹീനരായ ആളുകൾക്ക് നമുക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കാം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കും. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ബഹുമാനായ അവധൂത് ഗുരുപ്രസാദ് ജി അവരുകളെ, മീറ്റ് മീ സെൻറ്ററിലെ ശ്രീ ബാലുസ്വാമി അവർകളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ മറ്റ് ഗുരുജനങ്ങളെ, അമ്മമാരെ, സഹോദരിമാരെ, യഥാർത്ഥത്തിൽ ഇന്നിവിടെ എത്താൻ, എൻ്റെ കുടുംബത്തോടൊപ്പം എത്താൻ കഴിഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. അങ്ങനെ സാധിക്കും എന്ന് ഞാൻ കരുതിയതല്ല. കാരണം സുഖമില്ലാത്ത ഒരവസ്ഥയാണ്. അതുമാത്രമല്ല, ഇന്ന് രാത്രി 2-ാം തീയതി രാത്രിയാണ് ന്യൂസിലൻഡിലെ സത്സംഗത്തിൽ പങ്കെടുത്തിട്ട് ബഹുമാനായ അവധൂത് ഗുരുപ്രസാദ് ജി എത്തും എന്ന് കരുതിയത്. അപ്പോൾ ഞാനും അങ്ങനെയാണ് കരുതിയത്. അപ്പോൾ മാതാജി എന്നോട് പറഞ്ഞു, വലിയ ഒരു വിഷമം പിടിച്ചൊരു കാര്യമായി പോയി. അപ്പോൾ ഗുരുപ്രസാദ് മോൻ എന്നാണ് അമ്മ വിളിക്കുന്നത്. ഗുരുപ്രസാദ് മോൻ്റെ സാന്നിധ്യം അനിവാര്യമായ ഒരു സാന്നിധ്യമായിരുന്നു എന്നവർ. ഇന്ന് രാവിലെ ഞാൻ 4 മണിക്ക് ഉറക്കം എണീറ്റ് എൻ്റെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനൊരു 5-5:30 മണിയായപ്പോൾ ഫേസ്ബുക്ക് തുറന്ന് നോക്കിയപ്പോൾ
ഇങ്ങനെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയതായി അതിൽ കണ്ടു, ബിൽപ്രസാദ് ന്യൂസിലൻഡിൽ. അപ്പം ഞാൻ സാധാ നമ്പർ ഫോണിൽ വിളിച്ചു. അപ്പോൾ വിദേശത്താണെങ്കിൽ ആ നമ്പർ കിട്ടില്ല. വിളിച്ചപ്പോൾ എടുത്തു അദ്ദേഹം. അപ്പോൾ ഇവിടെ വരണം, ഇവിടെ ഞാൻ പോകുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. കുറച്ച് കഴിഞ്ഞ് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വിളിച്ചു, വരാമെന്ന്. അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അനുയായി ശിഷ്യനായ ബാലുസ്വാമിയോടും അദ്ദേഹത്തിൻ്റെ മാതാവിനോടൊപ്പമാണ്. അതാണ് അതിലൊക്കെ വലിയൊരു അനുഗ്രഹമായി മാറിയത്. അങ്ങനെ ഞങ്ങൾക്കെല്ലാം ഇവിടെ വരാൻ സാധിച്ചതാണ് ആദ്യമായി എനിക്ക് ഭഗവാനോട്, ഗുരുദേവ ഭഗവാനോട് നന്ദിയായി സൂചിപ്പിക്കാം. അപ്പോൾ ഞാൻ ആദ്യം വന്നത്, ഇവിടെ വന്നപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന ആദ്യമായി ഞാൻ പൂജാമുറിയിലേക്ക് പോയി അവധൂതിയോടൊപ്പം, പൂജയുടെ അമ്മയോടൊപ്പം, ബാലുസ്വാമിയോടൊപ്പം, എൻ്റെ ഭാര്യയോടൊപ്പം ഞാൻ അവിടെ പോയി തൊഴുതപ്പം ഒരു ചിത്രത്തിൻ്റെ കുറവ് തോന്നി. ധാരാളം ചിത്രങ്ങൾ അമ്മയുടെ ആ പൂജാമുറിയിലുണ്ട്, ഗുരുഭഗവാന്റെ പടം എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ചെറിയ കുറവ് എൻ്റെ മനസ്സിൽ തോന്നി, ഒരു ചിത്രം കാണാനില്ല. ആ ചിത്രം ഞാൻ ഇങ്ങനെ അടുത്ത് നോക്കി കണ്ടില്ല, ഇനി അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതാരുടെ ചിത്രം എന്നുള്ളത് വെളിയിലിറങ്ങിയപ്പോൾ ആ ചിത്രം ഞാൻ കണ്ടു. വെളിയിൽ ഗുരുദേവൻ്റെ സമീപം തന്നെ ആ ചിത്രമുണ്ട്. ആ ചിത്രത്തിലുള്ളത് ബ്രഹ്മശ്രീ ശാശ്വതീകാനന്ദ സ്വാമികളുടെയാണ്. എനിക്ക് അമ്മയെ പരിചയപ്പെടുത്തി തരുന്നത് ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹമാണ്, ശാശ്വതീകാനന്ദ സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത ശിഷ്യന്മാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആറ്റിങ്ങൽ ചെറിയങ്കിഴി താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്ന അശോകൻ, എൻ്റെ പ്രിയപ്പെട്ട അനുജനാണ്. അതേപോലെ വേറൊരു അനുജനാണ് എഴുകോൾ, സ്വാമിയുടെ വലിയ ശിഷ്യനാണ്. സ്വാമിയുടെ സമാധി, ബ്രഹ്മശ്രീ ശാശ്വത സ്വാമിയുടെ സമാധി ദിവസം അദ്ദേഹം എഴുകോളിൽ നിന്ന് വരുന്നത് വലിയൊരു സംഘം ആളുകളുമായിട്ടാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനും പന്ത്യൻ രവീന്ദ്രനും ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തു, എഴുകോൺ രാജ്മോഹൻ്റെ സമുഖത്തോളം. അതുപോലെ തന്നെ ഇവിടെ ഒരു സാധാരണക്കാരനായി നിൽക്കുന്ന ഷിനു, ശാശ്വതീകാനന്ദസ്വാമിയുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു ശിഷ്യൻ. അമ്മയെ സ്വാമിക്ക് വലിയ വാത്സല്യമായി. അപ്പോൾ സ്വാമി പങ്കെടുക്കുന്ന പ്രാർത്ഥനാ യോഗങ്ങളിലെല്ലാം, ആത്മീയ യോഗങ്ങളിലെല്ലാം സ്വാമി പറയും ആ അമ്മയെക്കൊണ്ട് ദൈവദർശക പ്രാർത്ഥന നടത്താൻ ആവശ്യപ്പെടാൻ പറയും. അപ്പം അമ്മയുടെ ദൈവദർശക പ്രാർത്ഥനയ്ക്ക് സാധാരണ പ്രാർത്ഥനയിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വേറൊന്നുമില്ല, ആ അക്ഷര സ്ഫുടത കൊണ്ട് ആ വാക്കുകളുടെ അർത്ഥം, അതിൻ്റെ വ്യാപ്തി നമ്മളെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലും. അപ്പോൾ ദൈവദർശക പ്രാർത്ഥന പല സ്ഥലത്തും നമ്മൾ കേൾക്കാറുണ്ട്, കാഷ്വലായിട്ട് കേട്ടു പോകാറുണ്ട്. കാഷ്വലായിട്ട് കേട്ടു പോകുമ്പോൾ നമ്മളെ ഉള്ളറകളിലേക്ക് അതിൻ്റെ അർത്ഥം ചെന്നെത്തുകയില്ല. അദ്വൈതത്തിനെ ഇത്രയും ഭംഗിയായി അവതരിപ്പിച്ച ഈ പ്രാർത്ഥന, ആ അദ്വൈത സിദ്ധാന്തം നമ്മുടെ അറകളിൽ ലളിതമായി അവതരിപ്പിച്ച ആ പ്രാർത്ഥന നേരായ രീതിയിൽ ചൊല്ലിയാൽ നമ്മളെ ഉള്ളിൽ ആ അദ്വൈത മനോഭാവം ഉദയം ചെയ്യും. അതാണ് അമ്മയുടെ ആ പ്രാർത്ഥനയുടെ ഗുണം. കഴിഞ്ഞ പ്രാവശ്യം അമ്മയെ ഞാൻ കണ്ടു, 30 വർഷങ്ങൾക്കോ 28 വർഷങ്ങൾക്കോ ശേഷം ഞാൻ അമ്മയെ കാണുന്നത് മീറ്റ് ടു മീ മെഡിറ്റേഷൻ സെൻ്ററിൽ വെച്ചാണ്. ആ മെഡിറ്റേഷൻ സെൻ്ററിൽ വെച്ച് കാണുമ്പോൾ ഞാൻ അമ്മയോട് വിനയപുരസരം, ബഹുമാനപുരസരം, പ്രാർത്ഥനാപൂർവം അഭ്യർത്ഥിച്ചത്
അമ്മ ആ ദൈവദർശക പ്രാർത്ഥന ഒന്ന് ചൊല്ലിയാൽ കൊള്ളാമെന്നാണ്. അമ്മ ഉടനെ തന്നെ അവധൂത് ഗുരുപ്രസാദ്ജി അവരോട് ആവശ്യപ്പെടുകയും അവർ ആ പ്രാർത്ഥന അവിടെ വെച്ച് ചൊല്ലുകയും ചെയ്തു. അപ്പോൾ അമ്മയുടെ ആ ഒടുങ്ങാത്ത സാധാരണക്കാരോടുള്ള പാവപ്പെട്ടവരോടുള്ള ആ ഒരു അഭിവാജ്യ ഒരു സഹാനുഭൂതി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നേരത്തെ അധ്യക്ഷ പ്രസംഗം വ്യക്തമായി നന്നായി പറഞ്ഞു. അദ്ദേഹം വളരെ നന്നായി പറഞ്ഞു. അദ്ദേഹം ആ പാതയിലുള്ള ആളാണ് അധ്യക്ഷൻ. അപ്പം അമ്മയുടെ മനസ്സ്, ആർദ്രമായ ആ മനസ്സ് ആരോരുമില്ലാത്തവരെ അവർക്കൊരു കൈത്താങ്ങായി മാറുക എന്നുള്ളത് മനസ്സ്, അത് തീർച്ചയായും ദൈവത്തിൻ്റെ മനസ്സാണ് അമ്മയുടെ. ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. അമ്മയ്ക്ക് ഇത് നടത്താനുള്ള ഒരു സംരംഭത്തിൻ്റെ ഏറ്റവും നല്ലൊരു വ്യഗ്രതയാർന്ന അമ്മയ്ക്കും, ഒപ്പം SNDPയുടെ യോഗത്തിൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ബാഹുലേയ സാറിനും, പിന്നെ എല്ലാവരുടെയും പേര് വായിച്ച് വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. വേദിയിലും ഫ്രണ്ടിലും ഇരിക്കുന്ന എല്ലാവർക്കും ഇന്നിവിടെ ചേരാൻ മനസ്സ് കാണിച്ചതിന് എൻ്റെ ഏറ്റവും വലിയ ആശംസകൾ. ബാഹുലേയൻ അവറുകൾ, സംപൂജ്യ പഞ്ചകൈലാസ സ്വാമിജികൾ, ബ്രഹ്മശ്രീ ശക്തി യോഗാനന്ദപുരി, ബഹുമാനരായ യോഗത്തിലെ അതിഥികൾ, എത്തിയിട്ടുള്ള ആശ്രമത്തിലെ അമ്മയുടെ വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, ഭക്തജനങ്ങളെ, പ്രിയമുള്ള മാതാ ഗുരുപ്രിയ, അമ്മയെ ഒരു സന്യാസിനിയായി കാണുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പിതാവ് സഹോദരീ തുല്യം സ്നേഹിച്ചിരുന്ന എൻ്റെ കുടുംബാംഗമാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടു വളർന്ന എൻ്റെ പിതാവിൻ്റെ പ്രിയ സഹോദരിയായിരുന്നു നമ്മുടെ മാതാ ഗുരുപ്രിയ എന്ന് നമ്മളെല്ലാം ഇന്ന് സ്നേഹത്തോടെ ആദരവോടെ വിളിക്കുന്ന നമ്മുടെ അമ്മ. ഗൃഹസ്ഥാശ്രമിയായിരിക്കുമ്പോൾ ഗുരുദേവൻ്റെ അനുഗ്രഹം, പ്രിയം ലഭിച്ചു എന്നതാണ് സത്യം. ഗുരുദേവനിൽ നിന്നുണ്ടായ ഒരു ഗുരുപ്രീതിയാൽ സന്യാസിനിയായി മാറുകയും പിന്നീട് അനേകർക്ക് ആശ്വാസമാകാനും അമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ആനന്ദകരമായ കാര്യമാണ്. നമ്മുടെ ഈ പ്രദേശത്ത് ആത്മീയതയുടെ ചൈതന്യം, പ്രകാശം പരത്തുവാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. ഗുരു മുന്നോട്ട് വെച്ച മതാതീത ആത്മീയത, ദൈവം നമ്മളെ സൃഷ്ടിച്ച പരമമായ ശക്തി, ആ ശക്തിയുടെ വെളിച്ചത്തിൽ മനുഷ്യൻ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അകന്നു നിൽക്കാതെ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഇഷ്ടപ്പെടാനും ഉൾക്കൊള്ളാനും സഹായിക്കാനും കഴിയണം എന്ന ഗുരുവിൻ്റെ ദർശനമാണ് മാതാ ഗുരുപ്രിയ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നെ പലപ്പോഴും പല ചടങ്ങുകൾക്കും വിളിച്ചിട്ടുണ്ടെങ്കിലും എത്താൻ കഴിയില്ല. ഇന്നും രാവിലെ ഞാനൊരു ദീർഘയാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഇന്നലെ മുതൽ ഭയങ്കര പനിയാണ്. ഇന്നലെ പോയ കാര്യങ്ങൾ തന്നെ നടത്താൻ പറ്റാത്ത വിധത്തിലുള്ള പനി. എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പനി വരുന്നത്. പക്ഷേ എങ്കിലും ഞാൻ ഇന്ന് വന്നൊന്ന് കിടന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് അമ്മയുടെ ഈ ആശ്രമത്തിൽ എത്തണം, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുള്ള അത്യധികമായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ
ഓടി വന്നു. കാരണം ഈ ആശ്രമത്തിൽ വരുമ്പം പനിയാണെന്ന് കുളിക്കാതെ വരുന്നത് ശരിയല്ല. അതുകൊണ്ട് പനിയാണെങ്കിൽ പോലും ഞാൻ കുളിച്ച് ശുദ്ധമായി വേണം ആശ്രമത്തിൽ വരാൻ എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, അമ്മയുടെ പൂജാമുറിയിൽ കയറുകയും അവിടെ അത്ഭുതകരമായി കണ്ട ഗുരുപ്രസാദം, ഗുരുവിൻ്റെ 15 വർഷത്തിലധികമായി കൊളുത്തി വെച്ച കിടാവിളക്കിന് മുന്നിൽ ഗുരുവിൻ്റെ ചൈതന്യം അത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. ഗുരുപ്രസാദം കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. മഹാനായ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയങ്ങളെ ഇന്നും മുറുകെ പിടിച്ചുകൊണ്ട് ഈ അമ്മ ഈ ആശ്രമത്തിൽ വളരെ ലളിതമായ ജീവിതം നയിക്കുകയും നമ്മളെല്ലാം വഴികാട്ടുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ പുതിയൊരു പദ്ധതി തുടങ്ങിയാണ്. കുഞ്ഞുങ്ങളെ പഠിക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഇന്ന് വാർദ്ധക്യത്തിൻ്റെ വയോജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് കൂടി കടക്കുകയാണ്. ഈ പൂച്ച പോലുള്ള ചില ജീവികൾ മാത്രമേ കണ്ണ് തുറക്കാതിരിക്കത്തുള്ളൂ. ബാക്കി എല്ലാ ജീവികൾക്കും അമ്മയുടെ അരികിലെത്താനും അതിൻ്റെ മുലപ്പാൽ കുടിക്കാനും ഒക്കെ കഴിയും. പക്ഷെ മനുഷ്യനത് കഴിയില്ല. നമ്മളൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനൊരു 1-1.5 വയസ്സ് 2 വയസ്സ് വരെയെങ്കിലും നമ്മൾ പരിപൂർണമായും മറ്റൊരാളുടെ സംരക്ഷണത്തിൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂ. വാർദ്ധക്യത്തിൽ അതുപോലെയാണ്. മനുഷ്യനെ എത്ര തന്നെ എഴുന്നേറ്റ് നിൽക്കാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്, ആളുകളെ സഹായിക്കാനും ഉപദ്രവിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് വാർദ്ധക്യത്തിലും ബാല്യത്തിലും ഒരു പരസഹായം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വയോജന സംരക്ഷണ പദ്ധതി ഇവിടെ ആരംഭിക്കുന്നത്. കാരണം ബാല്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് അനാഥരായി പോയാൽ കുഞ്ഞ് പ്രസവിച്ച് ഒരിടത്ത് ഉപേക്ഷിച്ചാൽ ആരെങ്കിലും ഒന്ന് എടുത്തു വളർത്തിയില്ലെങ്കിൽ കുഞ്ഞിന് ജീവിതം ഉണ്ടാവില്ല, ജീവൻ ഉണ്ടാവില്ല. കാരണം അത് മരിക്കുകയല്ല, ഉറുമ്പ് അടിച്ച് മരിക്കുകയല്ല എന്ന് വെറുതെയില്ല. പക്ഷെ വാർദ്ധക്യത്തിലും അതുപോലെ തന്നെയാണ്. നമുക്കൊരു സഹായം ആവശ്യമുണ്ട്. ആ സഹായമാണ് ഇന്നിവിടെ അമ്മ വാഗ്ദാനം ചെയ്യുന്നത്, നമുക്ക് അവസരം നൽകുകയാണ്. വാർദ്ധക്യത്തിൽ മക്കളാൽ സംരക്ഷിക്കപ്പെടണം എന്നാണ്. വാർദ്ധക്യത്തിൽ മക്കൾ സംരക്ഷിക്കാത്ത അനേകം ആളുകളുണ്ട്. നമുക്കറിയാം, ഇവിടെ പ്രസംഗിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഗാന്ധി ഭവനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. ഗാന്ധി ഭവനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരുടെ, അത് നല്ല നിലയിൽ ജീവിക്കുകയും മക്കളെയെല്ലാം നല്ല നിലയിൽ എത്തിച്ചതിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ ഒരു സങ്കേതം എന്ന് പറയുന്നത് നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യം. ഞാൻ പലപ്പോഴും പലയിടത്തും പറയാറുണ്ട്, കുഞ്ഞുകാലത്ത് നമ്മളെ നോക്കി വളർത്തി, ഇതുപോലെ നമ്മളെ ഉപേക്ഷിച്ചാൽ ആര് നോക്കും? നമ്മളെ എടുത്ത് വളർത്തി പാല് തന്ന് ആഹാരം തന്ന് നമ്മൾക്ക് ഓരോ ചലനങ്ങളിലും തറയിൽ വീഴാതെ, മുട്ടുകാലിൽ എഴയുമ്പോൾ തട്ടി പിടിച്ച് വീഴാതെ, എണീറ്റ് നിന്ന് പിച്ച വയ്ക്കുമ്പോൾ വീഴാതെ കൈപ്പിടിച്ച് നടത്തുന്ന അമ്മയും അച്ഛനും, അവരുടെ ജീവിതം തന്നെ ശരിക്കും നമ്മുടെ ഒരു സംസ്കാരത്തിൽ, ഒരു ഭാരത സംസ്കാരത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സംസ്കാരത്തിൽ അമ്മയും അച്ഛനും മക്കളെ വളർത്തി പഠിപ്പിച്ച് മിടുക്കരായി ഉദ്യോഗസ്ഥരാക്കി വലിയ നിലയിൽ എത്തിക്കുക. അപ്പോൾ അത് എത്തിക്കുമ്പോൾ പിന്നെ പരിമിതികൾ, നമ്മൾ എൻ്റെ പ്രായോഗിക പരിമിതികൾ മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ എത്തിക്കുന്ന സമയത്ത് അമ്മയുടെ അച്ഛൻ്റെ ഒരു പരിചരണം ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു രാജ്യത്തും മക്കൾക്ക് കിട്ടാത്ത പോലുള്ള പരിചരണവും അതിൻ്റെ ആ ഒരു എന്താ പറയുക കെയർ എന്ന് പറയും, നമ്മളൊരു സുരക്ഷിതമായി അവരെ നോക്കുന്ന ഒരു ആകാംക്ഷയോട് നോക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതലുള്ളത്. വിദേശ രാജ്യങ്ങളിൽ പോയാൽ കുഞ്ഞുങ്ങൾ കളിക്കാൻ പോയാൽ ആരും നോക്കത്തില്ല, അവിടെ കിടന്ന് ഓടി കളിക്കും, മറിഞ്ഞ് വീഴും, എണീറ്റ് പോകും. ഇവിടെ അങ്ങനെയല്ല, നമ്മളെ കുഞ്ഞ് ഓരോ ചുവട് വയ്ക്കുമ്പോഴും വീഴരുതേ എന്ന് പറഞ്ഞ് അത്രത്തോളം കെയർ ചെയ്താണ് നമ്മുടെ അച്ഛനമ്മ മനസ്സ് നമ്മളെ വളർത്തുന്നത്. അതുകൊണ്ട് വിദേശത്തെ രാജ്യങ്ങളെ പോലെ മോഡലാക്കിക്കൊണ്ട് നമ്മുടെ മക്കൾ അച്ഛനമ്മമാരെ അനാഥാലയങ്ങൾ എത്തിക്കുക എന്നുള്ളതല്ല. നമുക്ക് തിരിച്ച് ഈ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? നമ്മളെ വളർത്തി പഠിപ്പിച്ചു, നമ്മളെ ഒരു നിലയിലെത്തിച്ചു, നമ്മളെ ഉദ്യോഗസ്ഥരാക്കി എല്ലാം ചെയ്ത അച്ഛനമ്മമാർക്കും തിരിച്ചു ചെയ്യാനുള്ള എന്താ? വാർദ്ധക്യത്തിൽ അവരെ വേണ്ട വിധത്തിൽ പരിചരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും അതിന് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ വൃത്തസാധനങ്ങൾക്കൊന്നും എതിരല്ല. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ആളുകൾ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നു. മക്കൾ നന്നായി ഉള്ളതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ മക്കൾ നന്നായി അമേരിക്കയിൽ പോയി, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്, കൊച്ചുമക്കളും അവിടെ പഠിച്ചു, അവിടെ വളർന്നു, ജോലിയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനമ്മമാർക്ക് വാർദ്ധക്യത്തിലെത്തുക. അവരിവിടെ സുരക്ഷിതരാകണമെന്നുള്ളതാണ്. പല വീടുകളിലും നമ്മൾ കാണുന്ന മക്കൾ വിദേശത്തിരിക്കുമ്പോൾ അച്ഛനമ്മമാരുടെ ഓരോ ചലനവും നോക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാമറ വെച്ചിരിക്കുകയാണ്. ക്യാമറ വെച്ച് അവിടെ നിന്ന് കാണുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അവർ ഒറ്റപ്പെടാതിരിക്കാൻ അയൽവക്കത്തുള്ളവർ ആദ്യം ശ്രദ്ധിക്കണം. പ്രായമുള്ള ആളുകൾ അപ്പുറത്ത്, മക്കളെല്ലാം വിദേശത്തായി. കാരണം മക്കൾ പ്രായമായി, മക്കളിവിടെ നോക്കണമെന്ന് പറയുന്നത് ന്യായമല്ല. കാരണം അവിടെ ഒരു ജോലി കിട്ടുക, അവിടെ ജീവിതത്തിൽ ഒന്ന് പച്ച പിടിച്ച് വരിക എന്നുള്ളത് ജീവിതത്തിൽ ഈ അച്ഛനമ്മമാരുടെ സ്വപ്നമാണ്, ഈ മക്കളുടെ സ്വപ്നം. അവിടെ ചെന്ന് മറ്റൊരു രാജ്യത്ത് അവരെ ജീവിതം കരിപ്പിടിപ്പിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പം അതെല്ലാം വിട്ടിട്ട് അച്ഛന് വയസ്സായി, അമ്മയ്ക്ക് വയസ്സായി, അവിടെ നാട്ടിൽ പോയി നിൽക്കാമെന്ന് വെച്ചാൽ തിരിച്ചു പോകുമ്പോൾ ജോലി വേണ്ടേ? ഇത് കഴിഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെ കാലം കഴിഞ്ഞ് അവർക്ക് ജീവിക്കണ്ടേ? അപ്പോൾ ഈ അച്ഛനും അമ്മയും സ്വപ്നം കണ്ടതെന്നാണ് എൻ്റെ മക്കൾ വിദേശത്തായാലും ഇവിടെ പോയി നല്ല നിലയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച അച്ഛനമ്മമാണ്. പക്ഷേ അവരെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അയൽവക്കത്തുള്ളവരാണ്. നമ്മുടെ അയൽവക്കത്ത് ഇങ്ങനെ
മക്കൾ അച്ഛനമ്മമാർ മാത്രമായി മക്കൾ വിദേശത്തുള്ളവരുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായ ഒരു കെയർ നമ്മൾ കൊടുക്കണം. നമ്മളൊക്കെ ചെലവിന് കൊടുക്കാനൊന്നും പറയുന്നില്ല. പക്ഷേ അവരെന്ത് ചെയ്യുന്നു, അവർ അസുഖം വല്ലതും ഉണ്ടോ, അവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത്, അവരെന്തെങ്കിലും ഭീഷണി നേടുന്നുണ്ടോ, വല്ല കള്ളന്മാരോ കൊള്ളക്കാരോ വല്ലതും വരുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അപ്പുറത്തെ വീട്ടിൽ അങ്ങനെയുള്ളൊരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രത്യേകം ഇവിടുന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും അവരെ ഒരു കണ്ണ് വേണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അവരെ സാമ്പത്തികമായിട്ടൊക്കെ അവർക്ക് കാണും, അവരെ സഹായിക്കുന്നു. പക്ഷേ അവരെ ആരോഗ്യം പ്രശ്നം വല്ലതും ഉണ്ടോ, പലയിടത്തും നമ്മളുണ്ട് അച്ഛനമ്മമാർ ഒറ്റയ്ക്ക് താമസിക്കും, വല്ല കള്ളനും കയറി അവരെ കൊന്നിട്ട് പോവുക, ഇതൊക്കെ നമ്മൾ കാണണം. ഇന്നലെ കണ്ടേ അച്ഛനെ അമ്മയും ഇവിടെ മകൻ തന്നെ ചുട്ടുമില്ല. എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? വളർത്തിക്കൊണ്ടുവന്ന അച്ഛനും അമ്മയും സ്വത്ത് തരാൻ വിചാരിച്ച പോലെ സ്വത്ത് തരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെ ചുട്ടുകൊന്നു. അപ്പോൾ അവൻ എന്തൊരു മണ്ടനും ദുഷ്ടനുമാണ് മണ്ടനുമാണ്. അച്ഛനമ്മമാരെ ചുട്ടുകൊല്ലാനുള്ള ദുഷ്ടത്തരം കാണിക്കുകയും ചെയ്തു. അവൻ ജയിലിൽ കിടക്കാൻ ചെയ്തു. ഇനിയുള്ള അവൻ ജയിലിൽ കിടക്കാനില്ലാതെ അവൻ ഈ സ്വത്ത് അനുഭവിക്കാൻ പറ്റുന്ന ഭാഗ്യം കിട്ടും. അവൻ സ്വത്തിന് വേണ്ടി ചെയ്ത ഒരു മണ്ടത്തരം, ദുഷ്ടനായ അവൻ്റെ മനസ്സിൽ തോന്നിയ ഒരു മണ്ടത്തരം, അത് മണ്ടനുമാണ് ദുഷ്ടനുമാണ്. അച്ഛനമ്മമാരെ ചുട്ടുകൊന്നവൻ ദുഷ്ടനാണ്, നീചനാണ്, അതോടൊപ്പം തന്നെ അവൻ മണ്ടനുമാണ്. കാരണം അവൻ ഇനിയുള്ള കാലം ജയിലില്ല. നമ്മളിപ്പം ആത്മീയതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിലെ പല ക്രൈമും നടക്കുന്നതിന് പുറകിൽ ആത്മീയത. ഇത് യഥാർത്ഥ സന്യാസിമാർക്കും ഗുരുക്കൾക്കും ഇത് ദോഷമായി വരും. ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഈ കലിയുഗത്തിൽ ദൈവത്തെ നേരിൽ പ്രത്യക്ഷനാവില്ല, പകരം ഗുരുവിനെ മാത്രം ദർശിക്കാൻ കഴിയുന്നതാണ്. അപ്പം അമ്മയാണെങ്കിലും മറ്റ് സന്യാസിമാരും ഉണ്ട്. ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇവർ സന്യാസിമാരെന്ന് പറഞ്ഞാൽ അവരെല്ലാം ത്യജിച്ചവരാണെങ്കിൽ പോലും നമുക്ക് ആത്മീയമായ ഉപദേശം, അതിപ്പോൾ ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ആത്മീയമായ ഉപദേശങ്ങൾ തരുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ തെറ്റുകൾ തിരുത്തപ്പെടുകയുള്ളൂ. അപ്പം നമുക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട് നമ്മളെ തിരുത്തില്ല, നമ്മളെ ദൈവം പ്രത്യക്ഷപ്പെട്ട് സഹായിക്കാനും വരില്ല. പക്ഷേ ഗുരുവിൻ്റെ രൂപത്തിൽ ആത്മീയമായ അല്ലെങ്കിൽ ഭൗതികമായ അറിവുകൾ പകർന്നു തരുന്നവർ. ഇപ്പോൾ ഒരു ഡോക്ടർ പോലും ദൈവം അയക്കുന്നതാണ്. നമുക്കൊരു അസുഖം വന്നു, ഇന്ന ഡോക്ടറെ കാണാം എന്ന് കാണുന്നു. ആ ഡോക്ടറെ കണ്ട അസുഖം മാറുമ്പോൾ മറ്റൊരു ഡോക്ടറെ പറ്റി നമ്മൾ കേട്ടറിയുന്നു. അദ്ദേഹം വലിയ വിദഗ്ധനാണ്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി വിദഗ്ധ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് നമ്മുടെ അസുഖം മാറുന്നു. ഈ ഡോക്ടറെ കാണിച്ചു തന്നതും ഈ ഡോക്ടറുടെ മരുന്ന് നമ്മുടെ ശരീരത്തിൽ ഫലപ്രദമാക്കി തന്നതും ദൈവമാണ്. പക്ഷേ ആ ഡോക്ടറിലേക്ക് ഒരു വഴികാട്ടിയുണ്ട്. ചിലപ്പോൾ നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന ആളായി ഇന്നൊരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടോളൂ, നല്ലതാണ് എന്ന് പറഞ്ഞു തരും. അത് ദൈവം പറഞ്ഞു തരുന്നതാണ്. അദ്ദേഹം ഒരു അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളൊരു വിദഗ്ധനായതുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ അനുഭവം കൊണ്ടോ കേട്ടറിവ് കൊണ്ടോ അദ്ദേഹം പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്നൊരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടോളൂ, അദ്ദേഹം അത് ശരിയാക്കി തരും എന്ന് നമ്മുടെ ആവശ്യം നമ്മൾ പോയി കണ്ടു, നമ്മുടെ അസുഖം മാറും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം അയൽവക്കത്ത് താമസിക്കുന്ന ആ വ്യക്തിയിലൂടെ നമ്മളെ ഈ ഒരു ഡോക്ടറെ കാണിച്ചു തന്നു, നമ്മുടെ അസുഖം മാറാൻ ഇടയാക്കി എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഗുരുക്കന്മാർ. ഇവിടെ അമ്മയുണ്ട്, അമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പലർക്കും ഒരു മദ്യപാനിയ ഒരാൾ, അയാളുടെ കുടുംബമെല്ലാം തടമാറാക്കുന്നു, മദ്യപാനം അയാളെ നശിപ്പിക്കുന്നു, സാമ്പത്തികമായി തകർക്കുന്നു, അങ്ങനെ ഒരുപാട് ദൂഷ്യങ്ങളുണ്ട് മദ്യപാനത്തിന്. ആരോഗ്യം നശിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ അമ്മ പറയാം, മോനെ നീ ഇനി കള്ളു കുടിക്കരുത് എന്ന് പറയും, നീ മദ്യപാനത്തിനൊന്നും പോകരുത് എന്ന് പറയുമ്പോൾ ഈ അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് അയാൾ മദ്യപാനം ഉപേക്ഷിച്ചാൽ അതാണ് ഗുരു എന്ന്, ആത്മീയമായ ഗുരുദേവൻ അതാണ് പറഞ്ഞത്. നമ്മൾ ഗുരുവിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റില്ല. ഈ കലിയുഗത്തിൽ ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നെ സന്യാസിമാരൊക്കെ പുച്ഛിക്കേണ്ട കാര്യമില്ല. കാരണം പക്ഷേ അവിടെ ആരാണ് തട്ടിപ്പുകാരുണ്ട്. വീട്ടിൽ തന്നെ ഹോമകുണ്ട ഒരുക്കി വെച്ച് നമ്മുടെ കുടുംബകാര്യങ്ങളിലും നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളും ഒരു സന്യാസി ഇടപെടേണ്ട കാര്യമില്ല, ഒരു പൂജാരി ഇടപെടേണ്ട കാര്യമില്ല. പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്നതാണ്. പൂജ ചെയ്താൽ ഫലം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ആ ക്ഷേത്രത്തിലായാലും പള്ളിയിലായാലും മോസ്കിലായാലും നമ്മൾ പോയിട്ട് നമ്മളെ കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ഗുരുക്കന്മാർ കാണിച്ചിരുന്ന വഴിയിലൂടെ മുമ്പോട്ട് പോകണം. ഏറ്റവും ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച, മഹാഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തില്ലെങ്കിൽ കേരളത്തിൻ്റെ ഗതി എന്തൊരു അധോഗതിയായിരുന്നു. ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ അടിക്കുന്ന ഈ കേരളത്തിൽ നമ്മൾ ഈ കാണുന്ന സമാധാന സന്തോഷം ഉണ്ടാവും. അടുത്ത വീട്ടിൽ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണെങ്കിൽ ഒന്ന് നോയിക്കൊള്ളണേ എന്ന് ഗണേഷ് കുമാറിന് പറയാൻ പറ്റുമോ? കാരണം അവരുടെ ജാതി അന്വേഷിക്കും ഉടനെ, അവരെ മതം അന്വേഷിക്കും ഉടനെ. അവർ നമ്മുടെ ജാതിയല്ല, നമ്മൾ നോക്കത്തില്ല, അത് പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന ഇടുങ്ങിയ ചിന്താധിക്കാരെ വൃത്തികെട്ട മനുഷ്യരായി നമ്മൾ മാറുമായിരുന്നു. ഗുരുദേവൻ നൂറ്റാണ്ട് മുന്നോട്ട് വെച്ച ആശയങ്ങളിലൂടെ നമുക്കൊരു വലിയ മാറ്റം ഉണ്ടായി. മൊത്തം പൊതുസമൂഹത്തിന് വലിയ മാറ്റം ഉണ്ടായി. ആ മാറ്റമാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നതും ക്രിസ്ത്യാനി ഹിന്ദു മുസൽമാനും എല്ലാം അടുത്തടുത്തടുത്ത വീടുകളിൽ വളരെ സ്നേഹത്തോടെ താമസിക്കുന്നതും അവിടെ നിന്ന് അയ്യോ എന്നൊരു വിളി കേട്ടാൽ ഓടി ചെല്ലുന്നതും അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്താ, വേറെ ജാതിക്കാരാ, നമ്മളെ ജാതിയല്ല, അവിടെ കിടക്കട്ടെ, നശിക്കട്ടെ
അയ്യോ അങ്ങ് ചത്തക്ക് ചത്തോട്ടെന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവത്തിൽ നമ്മളെ നൂറ്റാണ്ട് മുമ്പ് ഗുരുദേവൻ മോചിപ്പിച്ചു. എന്താ അപ്പം ഗുരുവാണ് വന്നത്. ദൈവം പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞില്ല നീ ജാതി ചിന്തകൾ പാടില്ല എന്ന് പറഞ്ഞു. പകരം ഗുരുവിനെ അയച്ചു. ഗുരുവിനെ ദൈവം നിയോഗിച്ചു. ആ ഗുരു വന്നു, ദൈവത്തിൻ്റെ നിയമത്താൽ ഗുരു വന്നു. ആ ഗുരു നമ്മളെ വഴികാട്ടി. നമ്മൾ ഖുറാനിലും ബൈബിളിലും പറയുന്ന അനേകം പ്രവാചകന്മാരുണ്ടായിരുന്നതാണ് ഓരോ കാലങ്ങളിൽ. അതാത് കാലങ്ങളിലുണ്ടായ സമൂഹത്തിലെ മൂല്യച്യുതികളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനേകം പ്രവാചകന്മാരുണ്ട്. ഇപ്പോൾ നമ്മൾ സന്യാസിമാരെയും സ്വാമിമാരെയും ഒന്നും പുച്ഛിക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ജാതകം നോക്കിയിട്ട് നിങ്ങൾക്ക് കഷ്ടകാലമാണെന്ന്. ഈ അടുത്ത കാലത്ത് എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ വളരെ സന്തോഷത്തോടെ ജീവിച്ച ഡോക്ടറാണ്. ഡോക്ടറെ അച്ഛന് വാർദ്ധക്യത്തിലെത്തി. പെട്ടെന്ന് ഒരു ദിവസം ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ വളരെ വിഷണ്ണയായിട്ട് ഇങ്ങനെ വളരെ ദുഃഖിതയായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറെ എന്താണ്? അപ്പോൾ ഡോക്ടറെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു വന്നെങ്കിലും ഡോക്ടർ എപ്പോഴും ചിരിക്കുന്നൊരു സ്വഭാവകാരിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർക്ക് എന്തോ ഒരു മാറ്റമുണ്ടല്ലോ, എന്താ സംഭവിച്ചത്? അല്ല ഒന്നുമില്ല സാർ, ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ല എന്തുകൊണ്ട് ഡോക്ടർക്ക് എന്തൊരു കുഴപ്പമുണ്ട്? ഡോക്ടറെ ഞാൻ കാണുന്ന ആളല്ല. ഞാനെപ്പോഴും കാണുമ്പോൾ ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഒരു തമാശ കേട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒന്നുമില്ല സാർ. ഞാൻ പറഞ്ഞ് സത്യം പറയും, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല അച്ഛന് തീരെ സുഖമില്ല. ഞാൻ പറഞ്ഞ അച്ഛൻ വാർദ്ധക്യത്തിൽ, അച്ഛൻ 83 വയസ്സുണ്ട്, അച്ഛൻ വാർദ്ധക്യത്തിലാവും. ആ വാർദ്ധക്യം വർദ്ധിച്ച് വരുമ്പോൾ ക്ഷീണിച്ച് വരും. പിന്നെ മരണമുണ്ടാവും, അദ്ദേഹം നമ്മളെ വിട്ടുപോകും. ഇത് സ്വാഭാവികമാണ്, എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. ഇത് അല്ലാതെ അല്ല ഒന്നുമില്ല. ഞാൻ മോൾക്ക് നല്ല സമയമല്ല. അപ്പം ആര് പറഞ്ഞു? മോള് പഠിക്കുകയാണ് കോളേജിൽ. ഞാൻ പറഞ്ഞു ഡിഗ്രിക്ക് പഠിക്കുകയാണ്. തോറ്റോ? ഇല്ല. അല്ല അവൾക്ക് നല്ല സമയമല്ല, എനിക്കും നല്ല സമയമല്ല. മോനെന്ത് കരാട്ടയ്ക്ക് പോയപ്പോൾ അവനൊന്ന് വീണു, അവൻ്റെ പല്ലൊന്ന് പൊട്ടി. അത് ശരിയാക്കി അപ്പം തന്നെ. ഞാൻ വെച്ചാൽ അതുകൊണ്ട് ഒരു ജ്യോത്സ്യനെ കണ്ടു. കൂടെ പോയ ജോലി ചെയ്യുന്നൊരു ഡോക്ടർ, ഈ ഡോക്ടർ പറഞ്ഞു ഇന്നടത്തൊരു ജ്യോത്സ്യനുണ്ട് പോയി കാണാൻ പറഞ്ഞു. ഈ ജ്യോത്സ്യനെ ചെന്ന് കണ്ടതോടുകൂടി ഇവരുടെ ജീവിതം താറുമാറായിപ്പോയി. കാരണം അവർ മര്യാദയ്ക്ക് ജീവിച്ചിരുന്നതാണ്. അവർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. അവർ ചിരിച്ച് സന്തോഷമായിട്ട് പോയി. ജ്യോത്സ്യം പറഞ്ഞ അച്ഛന് മോശമാണ്. ഞാൻ ഡോക്ടർക്ക് ഇനി എന്നത്തേക്ക് സമയം നന്നാവും? 2030 ഞാൻ പറഞ്ഞു 6 കൊല്ലം ഇനി നരയിക്കാൻ പോകാമെന്നല്ലോ. ഇതെന്തിനു ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പം നാളെ രാവിലെ എത്ര മണിക്ക് നമ്മൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല ജീവിതമുണ്ടോ? പക്ഷെ അപ്പം മരിച്ചില്ല എന്ന് തന്നെ വയ്ക്ക്. അപ്പം നമ്മൾ മരിക്കുന്നില്ല. പക്ഷെ ആ സമയത്തിനുള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വ്യഥയുണ്ട്. ഇതൊക്കെ തെറ്റായ അന്ധവിശ്വാസങ്ങളാണ്. ഈ അന്ധവിശ്വാസങ്ങൾ പാടില്ല. ഇപ്പം നിങ്ങൾ കുഞ്ഞെ കിണറ്റിലെറിഞ്ഞുകൊണ്ട് പറഞ്ഞു വരുമ്പോൾ എന്താ, ആ കുഞ്ഞാണ് ഒരു ശാപം ആ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ചില വിവരം കെട്ടവന്മാർ ഇറങ്ങിയിരിക്കുക. ഈ കുഞ്ഞെങ്ങനെ ശാപമാണ്? നമുക്ക് ദൈവം തന്ന നിധിയല്ലേ കുഞ്ഞ്. ഒരു കുഞ്ഞില്ലാതെ എത്രയോ ആളുകൾ വേദനിക്കുന്നു. ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി എവിടെ പോയി വഴിപാട് നടത്തുന്നു. ആ കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ ഒരു കുഞ്ഞ് ഇതൊരു നമുക്കൊരു ശാപമാണ്. അതെങ്ങനെയാണ് ശാപമാവുന്നത്? മനുഷ്യൻ പണ്ട് നമ്മൾ കണ്ട് നമ്മളെ വീട്ടിൽ പറമ്പിൽ കിളയ്ക്കാൻ വരുന്ന ആൾ തൂമ്പയും കൊണ്ട് വന്ന ആ തൂമ്പയായിട്ട് ശകുനം വന്നു. പാലും കൊണ്ട് വന്ന കണ്ട ആ ശകുനം മോശം. ഇതൊക്കെ മണ്ടത്തരമില്ലേ? നമ്മളെ വീട്ടിൽ തൂമ്പയായിട്ട് വന്ന ആൾ പറമ്പിൽ കിളച്ച് വാഴ വെച്ചിട്ട് നമ്മളെടുത്ത് തിന്നുന്ന പഴം, രുചികരമായ പഴം തിന്നുന്നത്, പറമ്പിക്കുന്ന മരച്ചീനി പുഴുകി തിന്നുന്നത് ഈ കിളയ്ക്കാൻ തൂമ്പയായിട്ട് വന്ന ആൾ വന്നതുകൊണ്ടല്ലേ? ആണോ? അപ്പം അതിന് കുഴപ്പമില്ല. പാലും കൊണ്ടുവരുന്നുണ്ട്. ചായ രാവിലെ കിട്ടിയില്ലേ മരണപ്രകടമാണ്. ആ പാലും കൊണ്ടുവരുന്നവനെ കണ്ടാൽ അവൻ ശകുനപ്പഴയാണെന്ന് പറയുന്ന മണ്ടത്തരം. എന്നെ പല സിനിമയുടെ സുഹൃത്തുക്കളുടെ ശകുനം അന്ധവിശ്വാസം. ഞാനിതൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഒരു അന്ധവിശ്വാസത്തിൽ ഞാൻ വകവയ്ക്കത്തില്ല. പൂജ ചെയ്ത് മന്ത്രം ചെയ്ത് ഒരു കാര്യത്തിൽ രക്ഷപ്പെടാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയാൻ അന്തസ്സായിട്ട് പറയുന്ന ആളാണ്. എനിക്കൊരു മടിയില്ല കാര്യത്തിൽ. പക്ഷേ അന്ധവിശ്വാസങ്ങൾ ഞാൻ ഒരു കാരണവശാലും വിശ്വസിക്കുന്നില്ല. ഈ ഡോക്ടർ ആകെ താറുമാറായി. മോക്ക് പറ്റത്തില്ല, മോക്ക് കഷ്ടകാലം, മോന് കഷ്ടകാലം, ഡോക്ടർക്ക് കഷ്ടകാലം, അച്ഛന് കഷ്ടകാലം. ഞാൻ കുഴഞ്ഞല്ലോ. അവരാകെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ നിമിഷം ഈ ജ്യോത്സ്യനെ കണ്ടതും അയാൾ പറഞ്ഞതും മറക്കാമോ ഡോക്ടറെ ചോദിച്ചു. ഞാൻ ആലോചിച്ച് പറ, മറക്കാൻ പറ്റുമോ? മറന്നിരിക്കും. ഞാൻ പറഞ്ഞ അച്ഛൻ പ്രായമായി വരുമ്പോൾ അച്ഛൻ വാർദ്ധക്യത്തിലേക്ക് പോകും, ആരോഗ്യം പോലെ അച്ഛൻ മരിക്കും. നമ്മളത് നേരിടണം. പിന്നെ കുഞ്ഞുങ്ങൾ പഠിക്കും. പിന്നെ കരാട്ടെ പഠിക്കാൻ പോയ ചെറുക്കൻ കരാട്ടെ അടിക്കുന്ന വീഴുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പിള്ളേർ എവിടെയൊക്കെ വീഴും? സൈക്കിളിൽ ഓട്ടി പോകുന്ന പിള്ളേരും മറിഞ്ഞുകൊണ്ട് കൈയും കാലും ഓടി ഇറക്കി. അതിൻ്റെ അർത്ഥം കൊച്ചിന് കഷ്ടകാലം ഒന്നല്ല. അവൻ ശ്രദ്ധിച്ചില്ല, വീണു. ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കുക, മോനെ സൈക്കിൾ കണ്ടുമ്പോൾ ശ്രദ്ധിക്കണം, കൈ വീണ് ഒടിഞ്ഞില്ലയോ എന്ന് പറയാം. അന്ധവിശ്വാസം. ഒരു കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ട് കൊല്ലുക. എന്താ പറയുന്നത്? ഈ കൊച്ചു വന്നുകൊണ്ടാണ് വീട്ടിൽ കടം. കൊച്ചു കടമൊന്നും ഉണ്ടാക്കിയില്ല. കൊച്ചു 2.5 വയസ്സുള്ള കുഞ്ഞ് ഒരു കടം ഉണ്ടാക്കിയില്ല. ആരുണ്ടാക്കി? അവൻ തന്നെ ഉണ്ടാക്കി. ദൂർത്ത് കൊണ്ടും തിരിമറി കൊണ്ടും അവനവനുണ്ടാക്കിയ 10-30 ലക്ഷം രൂപ കടം ഈ നിരപരാധിയായ നിഷ്കളങ്കായ 2.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ തലയിൽ വെച്ച് അരഞ്ഞ് വെച്ച് കിണറ്റിലിടുന്ന പറഞ്ഞു കൊടുത്തവനെ ആദ്യം ജയിലിലാണ്. ഈ കുഞ്ഞാണ് കുഴപ്പമെന്ന് പറഞ്ഞു കൊടുത്തവനെ ആദ്യം പിടിച്ച് ജയിലിലാണ്. എന്നിട്ട് എറിഞ്ഞവനെ 2ാമത് ജയിലിടാൻ പാടുന്നു. ഇത് പറഞ്ഞ് ഈ മണ്ടത്തരം പറഞ്ഞു കൊടുത്തവനെയാണ് ആദ്യം പിടിക്കുന്നത്. ഒരു കുഞ്ഞ് നമുക്ക് എങ്ങനെ ശാപമാണ്? മക്കളില്ലാത്തവരോട് ചോദിക്കൂ, ഒരു കുഞ്ഞൊരു ശാപമാണ്.
എന്തെല്ലാം ചെയ്യുന്നു ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിനെ വേണ്ടെങ്കിൽ നിങ്ങൾ അനാഥാലയത്തിലാക്കൂ. വിശ്വാസവും ജീവിക്കാനുള്ള വഴിയാണ്. ഓരോ മഹാഗുരുക്കന്മാരും പറഞ്ഞു തന്ന അന്ധവിശ്വാസമല്ല. കേരളം പരശുരാമൻ മെഴുകെറിഞ്ഞിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു നടന്നു. ചട്ടമ്പി സ്വാമിയാണ് പറഞ്ഞത് മെഴുകൊന്നും എറിഞ്ഞുണ്ടാക്കിയതല്ല, കേരളം കടലിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞ് ആദ്യം സന്യാസിയാണ് പറഞ്ഞത്. ഏതാ അന്ന് വരെ വിശ്വസിക്കുന്ന പരശുരാമൻ മെഴുകെറിഞ്ഞേച്ച് കേരളം ഉണ്ടായി എന്നുള്ള മണ്ടത്തരമാണ് വിശ്വസിക്കുന്നത്. അപ്പം കേരള കടലൊക്കെ മാറിക്കൊടുത്ത് അങ്ങനെ കിട്ടിയതാണ്. ഇതൊക്കെ കഥ കേൾക്കാൻ കൊള്ളാമെന്നുള്ളതിനെ വല്ല സത്യമുള്ള കാര്യമാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമി പറഞ്ഞ് പരശുരാമൻ മെഴുകെറിഞ്ഞൊന്നും ഉണ്ടാക്കിയതല്ല, ഇത് കടൽ കയറി തിരയടിച്ചുണ്ടായതാണിത്. ഇതൊക്കെ ഒരു കരഭൂമിയാണ്, അതിൽ തിരയടിച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം. അല്ലാതെ പരശുരാമൻ പണ്ട് പ്രേംനസീർ ഒരു തമാശ പറഞ്ഞു. പ്രേംനസീറിനോട് മോഹൻലാൽ ചോദിച്ചു, സാറേ ആന്ധ്രാപ്രദേശിലൊക്കെ നടന്മാർ ഒരുപാട് ശമ്പളം വാങ്ങുന്നു, തമിഴ്നാട്ടിലൊക്കെ നമുക്ക് അത്രയും ശമ്പളം കിട്ടാത്ത എന്താ സാറേ? അപ്പം പറഞ്ഞു, അത് മോഹൻലാൽ പറഞ്ഞു, ലാലേ പരശുരാമൻ കുറച്ചുകൂടി വലിച്ചെറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തിയേറ്ററുകൾ എണ്ണം കൂടിയാൽ അപ്പം നമുക്ക് വരുമാനം കൂടിയേനെ എന്ന് പറഞ്ഞു പ്രേംനസീർ. പരശുരാമൻ ഇത് ഇച്ചിരൂടെ വലിച്ചെറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ദൂരം പോയി അപ്പോൾ കേരളം കുറച്ചുകൂടെ വലുതാവുമല്ലോ. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ അത്രയും തമിഴ്നാട്ടിൽ അത്രയും കേരളം ഇല്ല. അപ്പോൾ വലിച്ചെറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ശമ്പളം വാങ്ങിക്കാമായിരുന്നു എന്ന് പ്രേംനസീർ മോഹൻലാലോട് പറഞ്ഞൊരു തമാശയുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു. അപ്പം ഇത്തരം അന്ധവിശ്വാസങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം. അതെല്ലാം മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കും. ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഇപ്പോഴും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഒരു പൂജാരിയുടെ ഒരിടത്ത് ഇരുന്നുകൊണ്ട് പിന്നെ ആദ്യം മുട്ട കച്ചവടം, അതിന് മുമ്പ് പലോഞ്ഞന കച്ചവടം, ഇതെന്ത് ആത്മീയതയാണ്? അയാളൊരു എന്താണ് പാവപ്പെട്ടവരുടെ ദൗർബല്യം. ഇപ്പോൾ ഒരാളെ കണ്ട ഇതിലിരിക്കുന്നതിൽ ആർക്കാണ് സ്വന്തമായിട്ട് വിഷമമില്ലാത്തവരാണ് നമ്മൾ. അപ്പോൾ മുഖത്തോട്ട് നോക്കിയിട്ട് ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നമില്ലാത്ത മനുഷ്യരുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത മനുഷ്യരുണ്ട്. ഇത് പറയുന്നത് അവിടെ നിന്ന് തുടങ്ങിയ നിങ്ങൾക്ക് പ്രശ്നമുണ്ട് അല്ല എന്താണ് അത്? ഇച്ചിരി സാമ്പത്തിക പ്രശ്നം. സാമ്പത്തിക പ്രശ്നം വരും. പണ്ട് പത്തനാപുരത്തെ ജ്യോത്സ്യ ഹരി പത്തനാപുരത്തിനോട് ഒരാൾ ഫോണിൽ കൂടെ ചോദിക്കുക. അയാളുള്ള കാര്യം പറയുന്നത് ജ്യോത്സ്യനൊക്കെയാണ്, പക്ഷേ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത്. ഈ മന്ത്രവാദം പൂജയിലൊന്നും അയാൾക്ക് വിശ്വാസമില്ല. എനിക്ക് അടുത്തറിയാവുന്ന ഹരി പത്തനാപുരം എന്നോട് എല്ലാ കാര്യവും സംസാരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഈ ഹരി ചെറുപ്പം തൊട്ടേ എൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ അതുകൊണ്ട് ഹരിയോട് ഞാൻ ഇതൊന്നും കാര്യമില്ല. അപ്പോൾ ഹരി അതിനെ ബേസ് ചെയ്താണ് പറയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഹരിയുടെ ഒരാൾ പറഞ്ഞു, സാറേ ഫോണിൽ കൂടെ ചോദിക്കുക, ജ്യോത്സ്യരെ എനിക്ക് ഭയങ്കര കടമാണ് ജ്യോത്സ്യരെ, ഒരുപാട് പൈസ എല്ലാം പോയി ബിസിനസ് എല്ലാം ചെയ്ത് പൊളിഞ്ഞ് പാളീസ്, ഞാൻ ഒരു നിവൃത്തിയില്ല. പിന്നെ ഒരുപാട് പൂജകളൊക്കെ ചെയ്തായിരുന്നു. ഞാൻ പല ജ്യോത്സ്യന്മാരും പറഞ്ഞ് പല പൂജയും ചെയ്തു. ആണോ? അത് ശരി. ഇതിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ജ്യോത്സ്യരെ എന്ന് ചോദിച്ചപ്പോൾ ഹരി പറഞ്ഞു, ഒരു വഴിയുണ്ട്, ഇച്ചിരി ചിലവുള്ളതാണ്, ഒരു പൂജ നടത്തിയാൽ ഇതിൽ നിന്ന് നമുക്ക് ഊരാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ജ്യോത്സ്യരെ പറഞ്ഞാട്ടെ എത്ര രൂപ ചിലവാകും? ഒരു 1 ലക്ഷം രൂപയോളം ചിലവാകുന്നു. ഇല്ല അത് ഞാൻ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് പൂജ എങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞിടൂ, താൻ ചുമ്മാതാണെന്നോ പിച്ചക്കാരനായത്? ഈ പറയുന്ന അന്ധവിശ്വാസത്തിന് പറയുന്നത് 1 ലക്ഷം രൂപയുടെ പൂജ നടത്താൻ വരുന്നത് തൻ്റെ കാശ് പോയില്ലെങ്കിൽ അത്ഭുതമല്ലേ ഉള്ളൂ. 1 ലക്ഷം രൂപയുടെ പൂജ നടത്തിയാൽ ഇവൻ്റെ ദുരിതം മാറും. ഇവൻ്റെ ദുരിതം മാറണമെങ്കിൽ ഇവൻ 1 ലക്ഷം രൂപ ലോൺ അടച്ച് അവൻ്റെ കടം തീർക്കണം. അല്ല, ഇവൻ്റെ ദുരിതം മാറാൻ ഇവൻ 1 ലക്ഷം രൂപ കൂടെ കടം മാറ്റിക്കൊണ്ടൊന്ന് ചിലവാക്കി ഒരു പൂജ നടത്തിയാൽ നന്നാവില്ല. അന്ധവിശ്വാസങ്ങളാണ്. ഒരു ദിവസം ഹരി പത്തനാപുരത്തിൻ്റെ ഒരു സംഭവമുണ്ട്, നടന്നപ്പോൾ പട്ടാഴി, നമ്മുടെ പത്തനാപുരത്ത് പട്ടാഴി പോകുന്ന വഴിക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ ഇയാളെ കാണാൻ പോകുന്നു, ജ്യോത്സ്യനെ. എന്ന് പറഞ്ഞ്, ജ്യോത്സ്യനെ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ആരാണ്ട് കൂടുപാത്രം ചെയ്തിട്ടിരിക്കുകയാണ്, ഞാൻ വളരെ വിഷമത്തിലാണ്. ഞാൻ അടൂർ പോയി ഒരു ജ്യോത്സ്യനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു പൂജ നടത്തണം, 35,000 രൂപ ചിലവാണ്. അപ്പോൾ ഈ അമ്മച്ചി പൂജ നടത്താൻ റെഡിയായിക്കും. പക്ഷേ ഈ എമൗണ്ട് ഇച്ചിരി കൂടി പോയതുകൊണ്ട് ഒരു ശകലം കുറച്ചൊരു 10-25,000 രൂപയ്ക്ക് ഒരു പൂജയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, ഒന്ന് നോക്കുമെന്ന് ചോദിച്ചു. അവൻ എന്തോ കൂടുപാത്രം എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പേപ്പർ, ഒരു വെള്ള പേപ്പർ എഴുതി, സംസ്കൃതത്തിൽ എന്തോ എഴുതിയിരിക്കുകയാണ്. സംസ്കൃതത്തിലല്ല, മലയാളത്തിൽ എഴുതിയ സംസ്കൃത ശ്ലോകം എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വാങ്ങിച്ച് നോക്കി. ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് എൻ്റെ വീട്ടിൻ്റെ പട്ടാഴിയിൽ പോകുന്ന വഴിക്ക് അവരുടെ വീട്, പത്തനാപുരത്ത് പട്ടാഴിയിൽ പോകുന്ന വഴിയുടെ സൈഡിലാണ് വീട്. മുറ്റത്ത് കിടന്ന് കിട്ടിയതാണ്. ആരാണ്ട് മന്ത്രവാദം ചെയ്തുകൊണ്ട് ഇട്ടേക്കുക, എനിക്കങ്ങ് വിഷമമാണ്. അപ്പോൾ ഈ ജ്യോത്സ്യനെ കാണിക്കുക, ജ്യോത്സ്യം പറഞ്ഞ് ഉടനെ തന്നെ പൂജ നടത്തണമെന്നാണ്. അപ്പോൾ ഹരി പറഞ്ഞാൽ ഇത് കൊള്ളാമല്ലോ, പറഞ്ഞ് പോക്കറ്റ് കയറ്റിട്ട് ഒരു തുണ്ടെടുത്തു. ഇത് രണ്ടും കാണിച്ചു കൊടുത്തു, രണ്ടും ഒരേ കൈയക്ഷരം. അത് ഈ ഹരി പത്തനാപുരം ജ്യോതിഷം പഠിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു നല്ല ജ്യോതിഷമായിരുന്നു, വൈദ്യനൊക്കെ. അപ്പോൾ പഠിച്ച സമയത്ത് എന്ത് ചെയ്തു, എല്ലാ ദിവസവും ഒരു സംസ്കൃത ശ്ലോകം രാവിലെ എഴുതി ഒരു വെള്ള പേപ്പർ എഴുതി പോക്കറ്റ് ചെയ്തു. അപ്പം ബസ് സ്റ്റേഷനിൽ ബസ് കാത്തിരിക്കുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ ഇത് കാണാതെ പഠിക്കും. ഈ സംസ്കൃതം ശ്ലോകം അങ്ങ് പഠിക്കുക, അതിൻ്റെ അർത്ഥവും കൂടെ ചേർത്ത് പഠിക്കുക. ഇതിൽ ഒരു തുണ്ടാണ് ഈ സ്ത്രീയുടെ വീട്ടിൽ. അപ്പം ഗോപൻ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയുടെ ഒരു ലേഖനം പത്തനാപുരം. ഗോപൻ താമസിച്ചത് പട്ടാഴിയിലാണ്. രാത്രി ഗോപനെ കൊണ്ടുവിടാൻ വേണ്ടി, ഗോപൻ ഹരിയുടെ സുഹൃത്താണ്, ഗോപനെ കൊണ്ടുവിടാൻ വേണ്ടി ഹരി ബൈക്കിൽ പോയതാണ്. പോക്കറ്റിൽ നിന്ന് എടുത്ത വഴിക്ക് ഈ പേപ്പർ പറന്നു പോയില്ല, സ്ത്രീയുടെ വീടിൻ്റെ അടുത്ത് വീണു. ഇതുപോലെ റോഡ് സൈഡാണ്. വീണപ്പം എന്ത് ചെയ്ത്, അവർ രാവിലെ തൂക്കം വന്നപ്പോൾ കിടക്കുന്നു മന്ത്രവാദം. ഞാൻ ചോദിച്ചു, ഇത് നിങ്ങളുടെ മന്ത്രവാദമൊന്നുമല്ല, ഇത് ഞാൻ എല്ലാ ദിവസവും രാവിലെ
എല്ലാ ദിവസവും ഒരു ശ്ലോകം എഴുതിയിടും. പോക്കറ്റിൽ കിടന്ന് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പറന്ന് നിങ്ങളെ വീട്ടുമുറ്റത്ത് ഞാൻ ഈ ഗോപനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പട്ടാഴി പോകാറുണ്ട് രാത്രിയൊക്കെ. അങ്ങനെ അങ്ങോട്ട് നിങ്ങളെ വീട്ടുമുറ്റത്ത് പറന്ന് വീണതാണ്. ഇത് മന്ത്രവാദത്തിനൊന്നും ആവശ്യമില്ല, വീട്ടിൽ പോകാൻ പറഞ്ഞു. ഇത് ആര് പറയും? എത്ര പേര് സത്യം പറയും? അപ്പം അതുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകാതെ നന്മ ചെയ്യാൻ ഗുരുക്കന്മാർ കാണിക്കുന്ന വഴി ആത്മീയത എന്ന് പറഞ്ഞാൽ നന്മയ്ക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആളുകളെ സഹായിക്കുക, സ്നേഹിക്കുക, പരിചരിക്കുക. ഒന്നുമില്ലെങ്കിലും അപ്പുറത്ത് താമസിക്കുന്നവർക്ക് സുഖമാണോ എന്ന് ചോദിക്കാനുള്ള മര്യാദയും കാണിച്ചാൽ മതി. അങ്ങനെയൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ അമ്മ വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ്. അത് തികച്ചും അനിവാര്യമാണ്. ഞാൻ പറഞ്ഞാൽ ജനിക്കുമ്പോഴും വാർദ്ധക്യത്തിലും മനുഷ്യന് ഒരു പരസഹായം ആവശ്യമാണ്. മനുഷ്യന് മറ്റുള്ളവർക്ക് മൃഗങ്ങൾക്കൊന്നും വേണ്ടി വരത്തില്ല. പക്ഷിക്ക് തീറ്റി കൊടുക്കുന്ന തള്ള പറന്ന് ചിറക് മുളച്ചാൽ പിന്നെ പറന്നു പോകും. മനുഷ്യൻ അങ്ങനെയും പറന്നു പോവില്ല. അച്ഛനെ അമ്മയും ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് നല്ല പ്രായം വരെ. ഒരു ജോലി കിട്ടുന്നവരെ അച്ഛൻ്റെ അമ്മയുടെ ചിലവിൽ മോട്ടോർ സൈക്കിളിൽ പെട്രോളൊക്കെ അടുപ്പിച്ച് വാട്സാപ്പിന് വേണ്ടിയിട്ട് ആവശ്യമായ സോഷ്യൽ മീഡിയ ആവശ്യമുള്ള ഡേറ്റയൊക്കെ ഫില്ല് ചെയ്ത് മൊബൈൽ ഫോൺ പൈസയൊക്കെ അച്ഛനമ്മയിൽ അടയ്ക്കുന്നത്. നമ്മൾ അധ്വാനിക്കുന്ന ഉൾമൊഴി അത് അടച്ചു തരുന്നത്. മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരുന്ന അച്ഛനമ്മയായിരിക്കും, മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു തരുന്ന അച്ഛനമ്മയായിരിക്കും. ഇതെല്ലാം അനുഭവിച്ചിട്ട് വാർദ്ധക്യത്തിന് അമ്മയെ അച്ഛനെ ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം മലയാളിയാണ് ലോകത്ത് അച്ഛനമ്മമാരെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ആ മലയാളി പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അച്ഛനമ്മമാരെ തെരുവിൽ ഉപേക്ഷിക്കാനുള്ളതല്ല, അവരെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കാനുള്ളതാണ്. അതിനനുസരിച്ചുള്ള ജീവിതം മുന്നോട്ട് പോകണം. അതുതന്നെയാണ് മാതാ ഗുരുപ്രിയ ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാമിലൂടെ നൽകുന്ന സന്ദേശം. ശരിയല്ലേ? അതാണ് നൽകുന്ന സന്ദേശം. അച്ഛനമ്മമാർ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്, അവരെ സൂക്ഷിക്കണം. ഇപ്പോൾ വിദേശത്തൊക്കെ ഇരിക്കുന്നതിൽ വിഷമിക്കേണ്ട. നിങ്ങളുടെ അച്ഛനമ്മമാർ നാട്ടിലുണ്ടെങ്കിലും നാട്ടുകാരായ ഞങ്ങൾ അയൽവക്കക്കാർ അവരെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും എന്നൊരു ഉറപ്പാണ്. അതാണ് നമ്മൾ ബോധവൽക്കരിക്കുന്നത്. കാരണം ഒരിക്കലും മക്കൾ, ഞാൻ ഒരിക്കലും പറയില്ല അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ വലിയ ജോലികളിരിക്കുന്ന മക്കൾ അതെല്ലാം ഉപേക്ഷിച്ച് വരാൻ പറ്റത്തില്ല. അവിടെ ഞാൻ വൃദ്ധസാധനങ്ങളെ ഒന്നും എതിർക്കുന്ന ആളല്ല. കാരണം വെറുതെ ഒരു രാഷ്ട്രീയക്കാരെന്ന നിലയിൽ വെറുതെ അടിക്കാം, ഇതെല്ലാം അടച്ചു കൂട്ടണം, അങ്ങനെയല്ല. അവർക്ക് സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ, പണമുള്ളവർക്ക് പണമുള്ള രീതിയിൽ, പണമില്ലാത്തവർക്ക് ആ നിലയിൽ ജീവിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ അച്ഛനമ്മമാർ താമസിക്കുന്നത് തെറ്റില്ല. അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ അത്ര. ഞാൻ പത്തനംതിട്ടയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മുത്തൂറ്റിൻ്റെ ഒരു വൃത്തസ്ഥാനം കൊടുക്കാനുള്ളത്. അത് വാർദ്ധക്യത്തിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അവിടെ പൈസ കിട്ടിയിട്ട് നമുക്ക് നല്ല സൗകര്യപ്രദമായിട്ടൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നവന് താമസിക്കാനുള്ള സൗകര്യം. അത് ഈ അച്ഛനമ്മമാരെ സുരക്ഷിതമാക്കാനുള്ളൊരു മാർഗ്ഗമാണ്. എപ്പോഴും വിദേശത്തിരിക്കുന്ന മക്കൾക്ക് അച്ഛനമ്മമാരായിട്ട് ശ്രദ്ധ വേണം, അയൽവക്കക്കാരുമായി നല്ല ബന്ധം വേണം. കാരണം അവരാണ് തൊട്ടടുത്തിരിക്കുന്നത്, അവർ ഓടിയെത്താൻ പറ്റുന്ന അവർക്കേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം അമ്മയെ എന്തെങ്കിലും അറിയിക്കാൻ അസുഖമാണെന്ന് അറിഞ്ഞാൽ ഉടൻ അയൽവക്കക്കാരോട് പറഞ്ഞ് അവർക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ നമ്മുടെ ഒരു നല്ല ബന്ധം നമ്മൾ അയൽവക്കക്കാരുണ്ടാക്കി. സ്നേഹബന്ധങ്ങൾ വലുത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ വന്നു. അധികമായി സംസാരിച്ചെങ്കിൽ കൊടുക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു സെൻസിൽ എടുത്താലും മതി. അന്ധവിശ്വാസത്തിന് ഞാൻ എതിരാണ്. ഗുരുദേവനെതിരായിരുന്നു, ചട്ടമ്പിസ്വാമി എതിരായിരുന്നു. യഥാർത്ഥ ആത്മീയ ഗുരുക്കളെല്ലാം അന്ധവിശ്വാസത്തിനെതിരാണ്, ജാതിമത ചിന്തകൾക്കെതിരാണ്. ജാതിമത ചിന്ത എന്ന അന്ധവിശ്വാസം തന്നെയാണ്. ദൈവം സൃഷ്ടിച്ച ദളിതനും ദൈവം സൃഷ്ടിച്ച ബ്രാഹ്മണനായി ജനിച്ചവനും തമ്മിൽ എന്ത് വ്യത്യാസം? എന്താണ് ശരീരഘടനയിലുള്ള വ്യത്യാസം? ഒന്നുമില്ല. വെറുതെ ആളുകളെ തൻ്റെ അടിമയാക്കാൻ വേണ്ടി, പണ്ട് കാലത്ത് ആളുകൾക്ക് അവരുടെ പണത്തിൻ്റെ ആർഭാടം കാണിക്കാൻ വേണ്ടി, പാവങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി, അവരെ അടിമകളാക്കി ജോലി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് ജാതി സമ്പ്രദായം. ആ സമ്പ്രദായം കൊണ്ട് ഒരു പ്രയോജനവും മനുഷ്യനില്ല. പാവപ്പെട്ട ദളിതരെ അടിച്ചമർത്തി അവരെ അടിമകളാക്കി അവരെ ജോലി ചെയ്യിച്ച് അവരെ ചോരയും നീരും ഊറ്റി കുടിക്കാൻ സ്വന്തമായി കണ്ടുപിടിച്ച മാർഗമാണ്. ദൈവം എങ്ങനെ ഞാനൊരു ഒറ്റ ചോദ്യം ചോദിച്ച് എൻ്റെ പ്രസംഗം നിർത്താം. ക്ഷേത്രത്തിനുള്ളിൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ആരും കാണാം. ഒരു ദിവസം പെട്ടെന്ന് രാജാവ് പ്രഖ്യാപിക്കുന്നു എല്ലാ ക്ഷേത്രത്തിലും എല്ലാ ഹിന്ദുക്കൾക്കും കയറാം. സമരമൊക്കെ നടത്തി ആ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജാവ് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ദൈവമാണോ രാജാവാണോ വലുത്? ഇപ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണല്ലോ തലേ ദിവസം വരെ നമ്മളെ കേൾക്കായിരുന്നു അവിടെ. ആണോ? ദൈവത്തിന് ഇഷ്ടമല്ലെന്നാണല്ലോ പറഞ്ഞുകൊണ്ട്. ദൈവത്തിന് ദേഷ്യം വരും, ദൈവത്തിന് അശുദ്ധി വരും, ദൈവത്തിന് കോപം വരും. ഇതെല്ലാം ഒരു ദിവസം രാജാവിൻ്റെ ഒരു ഉത്തരവോടുകൂടി അവിടെ എല്ലാവർക്കും കയറാം എന്ന് പറഞ്ഞാൽ ഈ അശുദ്ധി ഇവിടെ പോയി, തലേ ദിവസം വരെ പറഞ്ഞ അശുദ്ധി ഇവിടെ പോയി, ദൈവത്തിൻ്റെ കോപം ഇവിടെ പോയി, ഒന്നുമില്ല. അപ്പം രാജാവ് ദൈവത്തെക്കാളും വലുതാണെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരെ ലോകത്തെല്ലാം ജീവിക്കുന്നത്. ദൈവത്തെക്കാളും വലുതല്ല രാജാവ്. കറക്റ്റല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കി. കറക്റ്റല്ലയോ? അന്ന് വരെ അകത്തോട്ട് കയറിക്കൂടാ, തൊട്ട അശുദ്ധി, കയറിയ അശുദ്ധി, നടന്നു പോയ അശുദ്ധി. ഒരു ദിവസം രാജാവ് പറഞ്ഞ് നാളെ പോലും കയറാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഇല്ലേ, അപ്പോൾ ദൈവമാണ് പോയി ദൈവമാണോ രാജാവാണോ? ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ മണ്ടന്മാരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഈ ചിന്തകളും ഇത്തരം ജാതി ചിന്തകളും മറ്റു കാര്യങ്ങളും നമ്മൾ മണ്ടന്മാരായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇനി അങ്ങനെ ആകരുത്. നമ്മൾ ഒരു മനുഷ്യരായി ജീവിക്കണം. മനുഷ്യരായി പരസ്പരം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മനുഷ്യരായി. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ച അമ്മയോടും അമ്മയുടെ ആശ്രമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ദൈവനാമത്തിൽ നിർവഹിച്ചായി അറിയിക്കുന്നു. ഇതൊരു വിജയമാകട്ടെ. നന്ദി, നമസ്കാരം. ദൂരെ നിന്നൊക്കെ വന്ന് തിരുവനന്തപുരം, ബാലനാപുരം, ആറ്റിങ്ങൽ പല സ്ഥലത്തു നിന്നായിട്ട് വന്ന എല്ലാ ഭക്തജനങ്ങളും അവർക്ക് സമയം കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് തിരിച്ചു പോകാൻ മണിക്കൂറുകൾ ഇവിടെ ചെലവഴിച്ചു. നമ്മളെ ആദരണീയനായ മന്ത്രി വരാൻ താമസിച്ച് അതുകൊണ്ട് ഇത്രയും സമയം എടുക്കേണ്ടി വന്നു. ഏതായാലും നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണ്. ഒരു ഈശ്വരവിശ്വാസിയായ ഗണേശ് കുമാർ മോഹന്. കാരണം മന്ത്രിയാണെങ്കിലും മന്ത്രി എന്ന് പറയാൻ ഒരറപ്പാണ്. കാരണം പണ്ട് മുതൽ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ ഞങ്ങൾ വളരെയധികം ആ ചേച്ചി വത്സര ചേച്ചിയൊക്കെ ആയിട്ട് വലിയ ക്ലോസാണ്. പിന്നെ മാത്രമല്ല ശാശ്വതികാനന്ദ സ്വാമികൾ പല ദിവസം അവിടെ വരികയും സ്വാമിയുടെ പ്രാർത്ഥനകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ അവരച്ഛനും അമ്മയും മോനും ആ ദിവസങ്ങളോളം കേട്ടിട്ടുള്ളതാണ്. അത്ര അടുപ്പമാണ്. പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ സ്വാമിയാണ് എനിക്കിങ്ങനെ ഒരു നിയോഗമുണ്ടെന്ന് പറഞ്ഞത്. അന്ന് സ്വാമി എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും അത് കൂടുതൽ പരസ്യമൊന്നും കൊടുക്കേണ്ട, പുറത്തറിയണ്ടെന്ന്. അപ്പം ഇപ്പം വർഷങ്ങൾ കടന്നുപോയി. നമ്മൾ കൂടുതൽ വാർത്ത കൊടുക്കാനും പുറത്തറിയാനും ഒന്നും ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ കാരണം പല അപകടങ്ങളാണ്. കാരണം നല്ലത് ചെയ്യുന്നവർക്കാണ് ഇപ്പം കല്ലറി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ആ നല്ലതിനെ എപ്പോഴും തട്ടിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മൊത്തം ജനങ്ങളുമില്ല, അതിൽ ഈശ്വരവിശ്വാസികളായവരെല്ലാം തന്നെ ആത്മീയ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യും. ആ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദേശത്ത് സ്വദേശത്തും വിദേശത്തും ഒക്കെ നല്ല സപ്പോർട്ടുകൾ കിട്ടിയിട്ടാണ് ഈ 26 വർഷക്കാലം ഞാൻ ഈ ലോകം ചുറ്റിയത്. അതും ഒറ്റയ്ക്ക് ചെല്ലുന്നിടത്തെല്ലാം തന്നെ ആദരവ് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ കൊറോണ കാലഘട്ടം വന്നപ്പോൾ ബ്ലോക്കായി, പിന്നെ യാത്ര ഉണ്ടായിട്ടില്ല. അതുവരെ 21 പ്രാവശ്യം ഞാൻ ദുബായിലും പിന്നെ ലണ്ടനിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ വളരെ പോകുന്നു, ആരെ വിളിക്കുന്നു, പോകുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രഭാഷണം ചെയ്യുന്നു. അപ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ ഇരുന്നും കൊണ്ട് ഭക്തജനങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ സങ്കടങ്ങൾ ഉണർത്തുമ്പം ഭഗവാൻ എല്ലാവർക്കും വിശ്വാസമോ ഭഗവാൻ എന്തെങ്കിലും ഒരു പിന്നെ ഇത് പ്രസാദം, അത് തുളസിപ്പോ പഴമോ അല്ലെങ്കിൽ ഒരു വാക്കായാലും മതി, തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞാലും മതി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കും. അവരുടെ സങ്കടങ്ങൾ മാറും. ഒരു ദിവസം ചെന്ന് ഒരു പിന്നെ മെൻ്റൽ പ്രോബ്ലമുള്ള ഒരു കുടുംബം ചെന്നപ്പോൾ അവരോട് പറഞ്ഞു, അവർ ചെന്ന് സങ്കടപ്പെട്ട് പാദത്തിൽ ചെന്ന് വീട് അതിപ്പോൾ പിന്നെ മാനസിക രോഗി നടത്തിക്കൂട്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. എന്താ പിന്നെ നമ്മുടെ അടുത്തേക്ക് വന്നേ, അത് തൃപ്പാദങ്ങൾ വിചാരിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് ഈ രോഗം ഭേദമാവും. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു, തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എന്നാ നാം നോക്കാം, അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നാം നോക്കാം. അങ്ങനെ ഭഗവാൻ പ്രാർത്ഥിച്ചു. ആ മെൻ്റൽ പ്രോബ്ലം വന്നിട്ടില്ല. ആ ആൾ ഗുരുദേവ ഭക്തനായി മാറി. അപ്പോൾ അങ്ങനെയുള്ള ചരിത്രങ്ങളാണ് ഗുരുദേവൻ്റെ. അങ്ങനെ ഭഗവാനെ എൻ്റെ സിദ്ധി കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തി. അപ്പോൾ ഭഗവാനിപ്പോൾ ശരീരമില്ല, ഭഗവാന്റെ ആത്മീയ ചൈതന്യം ലോകവ്യാപകമായി ലയിച്ചു കഴിഞ്ഞു, ബ്രഹ്മലീനമായി പരമാത്മ സ്വരൂപ ശക്തിയിൽ ആ ആത്മാവ് ലയിച്ചു കഴിഞ്ഞു. ആ ലയിച്ചു കഴിഞ്ഞിട്ട് ശിവഗിരിയിൽ മഹാസമാധി ഇരുത്തിയിരിക്കുക.
ആ സമാധി ഇരുത്തിയിരിക്കുമ്പോൾ ലോകത്ത് ഗുരുമന്ദിരങ്ങളും ഗുരുക്ഷേത്രങ്ങളും എല്ലാം ധാരാളം ഉണ്ടെങ്കിലും ശിവഗിരിക്ക് പകരം ഒരു ശിവഗിരി ലോകത്തൊന്നും ഉണ്ടാവത്തില്ല, ഇനിയും ഉണ്ടാവത്തില്ല. അത് ഭഗവാന്റെ ആ ഭൗതിക ശരീരം സമാധിയിരുത്തിയിരിക്കുക. അത് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ആ ചൈതന്യം നഷ്ടപ്പെടത്തില്ല. അതങ്ങനെ വ്യാപകമായി സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സമാധിയിൽ നിന്ന് തന്നെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഭഗവാന്റെ കാലം വരികയാണ്. ആ കാലഘട്ടത്തിൽ ഭഗവാൻ ജനിച്ച കുടുംബാംഗങ്ങളെന്ന് അവകാശപ്പെടുന്ന ശ്രീനാരായണീയർ പോലും ഭഗവാനെ തള്ളിപ്പറയും, ഭഗവാനെ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ അവർ വളരെ കാര്യമായി അംഗീകരിച്ചിട്ടുമില്ല. അവസാനം ഭഗവാന്റെ പരമാവധി കഴിവ് അതിനപ്പുറം ഉപയോഗിച്ചിട്ടും കുറച്ച് ശിക്ഷഗണങ്ങളെ, ഗൃഹസ്ഥ ശിഷ്യരെ, സന്യാസി ശിഷ്യരെയൊക്കെ ഭഗവാന് കിട്ടി. അവരെയൊക്കെ വെച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്ത കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയപ്പോഴാണ് ഭഗവാന് SNDP രൂപം കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ടിപ്പോൾ അത് ഭൗതിക സംഘടനയായി മുന്നോട്ട് പോയി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അംഗങ്ങളുമായപ്പോൾ അവർ സമുദായ ജാതീയമായി മുന്നോട്ട് പോയപ്പോൾ മനസ്സിൽ ദുഃഖം തോന്നിയിട്ട് പിന്നെ ഒരു ധർമ്മസംഘം ട്രസ്റ്റ്, ആത്മീയ ട്രസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഭൗതിക ട്രസ്റ്റും ആത്മീയ ട്രസ്റ്റും 2 മക്കളായി ഭഗവാന്. പിന്നെ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ആ 2 മക്കളും കൂടെ ഭഗവാനുണ്ടായ സമ്പത്ത്, ആ സമ്പത്തിൻ്റെ വീതം വെപ്പായിരുന്നു. അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. ഭഗവാൻ അവിടുന്ന് മനസ്സവാച കർമ്മണ ഞാൻ ഇതിൽ നിന്ന് രാഗി വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് കാഞ്ചീപുരത്ത് പോയി താമസമായി. അപ്പോൾ ആ കഥകളൊക്കെ പറയാൻ നിന്നാൽ ഇവിടെ സമയം കിട്ടത്തില്ല. എന്നാലും ഭഗവാനെ സമാധിയായി എന്ന് പറഞ്ഞാൽ ഈ ലോകം ഭഗവാൻ വന്നത് ചമ്മട്ടിക്കോൽ കയ്യിലേന്തിക്കൊണ്ട് പരമാർത്ഥം പറയുന്ന കണ്ണനാണോ? അരയത്തി പെണ്ണിന്റെ പുത്രനായ നാൻമറകൾ തീർത്തൊരു വ്യാസനാണോ? ശ്രീബുദ്ധൻ വീണ്ടും ജനിച്ചതാണോ? ആരാണീ ദിവ്യമൂർത്തി? സ്നേഹസ്വരൂപന ക്രിസ്തുവാണോ? കാരുണ്യവാൻ മുത്തു നബിയാണോ? സത്യം ഞാൻ ചൊന്നിട കേട്ടുകൊള്ളു നിത്യം, സത്യമിതേ ഗുരു നാരായണൻ. ലോക ഗുരുക്കന്മാർ എല്ലാം ചേർന്ന് അവതാരമാർന്ന പരമ്പൊരുളെ. ലോക ഗുരുക്കന്മാർ എല്ലാം ചേർന്ന് അവതാരമാർന്ന പരമ്പൊരുളെ. യാതൊരു സംശയമില്ല, അത് കൃഷ്ണനും രവി നമ്മൾ ഇന്ന് നമുക്ക് മുമ്പ് ഗുരുവിന് മുമ്പ് വന്ന ഋഷീശ്വരന്മാരുടെ അവരെല്ലാം സമാധിയായിട്ട് ആത്മീയ ചൈതന്യം ഒന്നായി തന്നെയാണ് ആ കുഞ്ഞ് ചെമ്പടന്തിയിൽ ജനിച്ചത്. അപ്പോൾ അതിൽ എന്തെല്ലാം ഉണ്ട്? ഈ രാമായണത്തിലും ഭാഗവതത്തിലും ഖുറാനിലും ബൈബിളിലും ഉപനിഷത്തിലുമൊക്കെ എന്തൊക്കെ അടങ്ങിയിട്ടിരിപ്പുണ്ടോ അതിലെ സാരാംശങ്ങൾ മുഴുവനും എടുത്താണ് തമ്പുരാന്റെ ആ ലോകത്ത് നടക്കുന്ന ഭേദബുദ്ധിയെ ഇല്ലാതാക്കുവാൻ, അനാചാരങ്ങളും എല്ലാം മാറ്റുവാനും എല്ലാം ഭഗവാനെ കഴിഞ്ഞത്. ഇതിനെല്ലാം ഭഗവാൻ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ തമ്പുരാന ആ ഉൾക്കൊള്ളുമ്പോൾ ഓരോ മതസ്ഥര് അപ്പം ഭഗവാന്റെ നിയോഗം എന്താണെന്ന് അറിയാം. ഭഗവാൻ പാവപ്പെട്ടവന്റെ ചെറ്റക്കുടലിലും മൊക്കുവ കുടലിലും കടത്തിണ്ടയിലുമൊക്കെ പോയി എന്താണ് ജനങ്ങളെ കുറിച്ച് അറിയാൻ പോയി. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഭഗവാന് ആ ആത്മീയ ചൈതന്യം ഉണ്ടായപ്പോൾ 4 ഭിത്തിക്കുള്ളിൽ കണ്ണുമടച്ചിരുന്ന് ഓങ്കാര മന്ത്രങ്ങൾ ഉരുവിടുകയല്ല ചെയ്തത്. ജന്മ അവതാര ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുവാൻ, അത് പ്രാവർത്തികമാക്കുവാൻ, ലോകം രക്ഷിക്കാൻ, ലോകരക്ഷാർത്ഥം പ്രവർത്തിക്കണം. അതെവിടെയാണ് രോഗമെന്നറിയാൻ ഭഗവാൻ പാവപ്പെട്ടവന്റെ അടുക്കലേക്ക് പോയി. അവിടെ ഭേദബുദ്ധിയാണ്
സാധുക്കളായിട്ടുള്ള മനുഷ്യരെ വെറും നീച വസ്തുക്കളായി കാണുന്ന ആ കാലഘട്ടത്തിൽ ഭഗവാൻ എല്ലാം മനസ്സിലാക്കി. അവരോട് തിഴുകി ചേർന്നപ്പോൾ അവരുടെ ദുഃഖങ്ങളെല്ലാം ഭഗവാന് മനസ്സിലായി. അതോടൊപ്പം മറ്റൊന്നുകൂടെ മനസ്സിലായി, എന്താ? ജാതി. അപ്പൊ ദൈവത്തിന്റെ ഓരോ ഗ്രൂപ്പുകൾ, ഒരുപാട് ഗ്രൂപ്പുകൾ, ഈ ഗ്രൂപ്പുകളെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് തമ്പുരാമയ്യ ദൈവത്തിൻ്റെ കുറേ ഗ്രൂപ്പുകൾ, ഭേദബുദ്ധി, അപ്പം ജാതീയമായ അവഗണന, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സ്വയം തീരുമാനിച്ചിട്ട് മറ്റു ഭക്തരെ, ശിഷ്യഗണങ്ങളെ എല്ലാം കണ്ടുമുട്ടി ചർച്ച ചെയ്തു. ഇതുപോലെ മാധ്യമങ്ങളോ ഒന്നുമുള്ളതല്ല. അന്ന് ഒരു ഗ്രാമത്തിൽ ഒരു കാര്യം നടന്നാൽ മാസങ്ങൾ കഴിഞ്ഞാണ് അടുത്തൊരു ഗ്രാമത്തിൽ അറിയുന്നത്. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ ഭഗവാന് അവിടുന്ന് നടന്ന് പോയി മറ്റുള്ളവരെ കണ്ടെത്തിയിട്ട് ചർച്ച ചെയ്തിട്ട് അയ്യാവിലെന്ന തപോ സന്യാസിയുടെ അടുത്ത് ചെന്ന് തപോ വിധിയും പഠിച്ചിട്ട് ഭഗവാൻ പോയതെന്താണ്? ചട്ടമ്പി സ്വാമിയും കൂടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ രണ്ടുപേരും കൂടി മരുത്വമലയിൽ പോയി അവിടെ തപസ് അനുഷ്ഠിച്ചു. അപ്പൊ ആ തപസ് എന്തിന് പോയി അനുഷ്ഠിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ അർത്ഥം കൽപ്പിച്ചിട്ടാണ് ഗുരുദേവനെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറഞ്ഞ് നടക്കുന്നത് ജനങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിക്കൂ. സാമൂഹ്യ പരിഷ്കർത്താവാണോ അതോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് എന്ന് നാം വിശ്വസിക്കുന്ന ആ സൃഷ്ടിയുടെ അംശമായി ജനിച്ചു? അംശമെന്ന് പറഞ്ഞാൽ അതും പൂർണ്ണമാണ്. അപ്പോൾ അവിടെ അത് പൂർണ്ണമാണ്. ആകത്തുകയായ നമ്മുടെ ശരീരത്തിന്റെ ഓരോ കൈയും കാലും നമ്മുടെ ശരീരത്തിന്റെ അവയവം പോലെ പരമാത്മ സ്വരൂപ ശക്തിയുടെ ഒരംശം, ഒരവയവമായി ഭഗവാൻ മാറി. അങ്ങനെ അതിൻ്റെ ആകത്തുക എന്താണെന്ന് കണ്ടെത്തുവാനാണ് പാവങ്ങൾക്കായിട്ടു സൽഗതി നേടുവാൻ നടുവിട്ടു കാട്ടിൽ പോയവനെ മരുത്വമലയെന്ന വൻകൊടും കാട്ടിലായി ഘോരതപസ്സിനിരുന്നവനെ. ആ ഘോരതപസ് ഇരിക്കാൻ ആ മരുത്വമല എങ്ങനെ ഉണ്ടായി? അതും ഭയങ്കര ചരിത്രമാണ്. അടുത്ത് ചിന്തിച്ചാൽ അതെല്ലാം ചിന്തിച്ച് പഠിക്കേണ്ടെന്നെടുത്ത് നാരായണ ഗുരു അതാണ്, നാരായണ ഗുരു ഇതാണ്, നാരായണ ഗുരു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നടക്കാനും ആളുള്ളൂ. ഗുരുദേവന്റെ കഠിനമായ തപസ് എന്തായിരുന്നു? ആഹാരമില്ല, ഒന്നുമില്ലാതെ ആ ഘോരവനത്തില് പാമ്പും പുലിയും ഒക്കെ ഉള്ള ഘോരവനത്തിൽ മനുഷ്യരാരും എത്തിപ്പറ്റാത്ത ആ മലയില് എത്രയോ നാൾ നീ തപസ്സു തുടങ്ങി. അപ്പോൾ 4-4.5 വർഷക്കാലമാണ് അവിടെ തപസ്സിരുന്നത്. എത്രയോ ത്യാഗം സഹിച്ചങ്ങാനനെ പച്ചവെള്ളം പോലും ലഭ്യമല്ല. എത്രയോ നാളെ വിശന്നു വലഞ്ഞതും മർത്യന്മാരാരും അറിഞ്ഞതില്ല. നിശ്ചലമായ തപസ്സു തുടർന്നപ്പോൾ നിശബ്ദം ആയില്ലേ കാടുപോലും. പക്ഷി മൃഗാദികൾ എല്ലാം തുണയായി പക്ഷമായി വന്നനങ്ങാതെ നിന്നു. പുള്ളിപ്പുലിത്തോൽ ഉടുത്ത ശിവനാണോ? പീതാംബരം ശാർത്തും വിഷ്ണുവാണോ? താരകരൂപനാ ശ്രീ സുബ്രഹ്മണ്യനോ? പൈതാക ശാന്തി വരുത്തുവാനായി പാതിര നേരത്ത് നിന്നരികത്തെത്തി പാനീയം നൽകി അനുഗ്രഹിച്ച പരമപരബ്രഹ്മ ജ്യോതിസുമിന്നിടം പരമാത്മാ ചൈതന്യം കണ്ടു ദേവൻ. 4.5 വർഷം കഴിഞ്ഞപ്പോൾ ആ ചൈതന്യം ഭഗവാന് ഒരു ദിവസം അർദ്ധരാത്രി സമയത്ത് അതിയായ വിശപ്പുണ്ടായി. പകലാണെങ്കിൽ പഴമോ പച്ചിലയോ പറിച്ച് കഴിക്കാം. ആ വിശപ്പ് കഠിനമായപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ആ ഭഗവാൻ അവിടെ നിന്ന് എണീറ്റ് പാറപ്പുറത്ത് നിന്നിരുന്നു. അപ്പോഴേക്കും ദൂരെ നിന്നൊരു പ്രകാശം അടുത്തോട്ട് വരുന്നു. ആ പ്രകാശം അടുത്ത് വരുന്നതനുസരിച്ച് പ്രകാശം കൂടി വന്നു. അടുത്ത് വന്നപ്പോൾ വൃദ്ധനായ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് നിന്നു.
ആ വൃദ്ധനായ കുഷ്ഠരോഗി ചോദിച്ചു, സ്വാമി നമുക്ക് കഴിക്കാമല്ലോ, നമുക്ക് വിശക്കുന്നോ, എന്നാൽ നമുക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന അവൽപ്പൊതിയും മലർപ്പൊതിയും രണ്ടുപേരും കൂടി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യരാരും എത്തിപ്പറ്റാത്ത ഈ ഘോരവനത്തിൽ ഒരു മനുഷ്യരൂപം എങ്ങനെ കടന്നു വന്നു എന്ന് പോലും ചോദിക്കാൻ പോലും പറ്റാതെ ആ പരമാത്മ സ്വരൂപ ശക്തി ആ ഉള്ളിൽ ചെന്നപ്പോൾ പരമാത്മ ചൈതന്യം കൊണ്ട് എല്ലാം മറന്നു. തേടിയലഞ്ഞ പരമസത്യം കണ്ടു, വാടിക്കരിഞ്ഞ മുഖം തെളിഞ്ഞു, താനും പരബ്രഹ്മ വസ്തുവും ഒന്നെന്ന അദ്വൈത സത്യം തെളിഞ്ഞു കണ്ടു. അദ്വൈത വേദാന്ത മന്ത്രവുമായി ഭവാൻ മധ്യന്റെ ദുഃഖങ്ങൾ തീർത്തിടുവാൻ. ഒന്നാണു മനുഷ്യർക്കൊന്നാണു ദൈവവും, രണ്ടില്ലീ ഭൂമിയിൽ എന്ന സത്യം കർമ്മത്തിലൂടെ അനുഷ്ഠിച്ചാൽ മർത്യരും ധന്യരാകും എന്നരുളി ദേവൻ. സർവേശ അങ്ങയുടെ ഈ ദിവ്യമായ അവസ്ഥയെ തൃപ്പാദത്തിൽ വന്നിച്ചു തൊഴുന്നേൻ. അവിടെ നിന്ന് താനും പരബ്രഹ്മ വസ്തു ഒന്നെന്ന അദ്വൈത സത്യത്തെ കണ്ടെത്തിയ ആ ഗുരു അവസാനം ചെന്നെത്തിയത് എവിടെ? അവിടെ പാവപ്പെട്ടവർക്ക് അമ്പലത്തിൽ പ്രവേശനമില്ല. ആ പ്രവേശനമില്ലാത്ത പാവങ്ങൾക്ക് കാട്ടിലെ മാടനെയും മർദ്ദയെയും ഒക്കെ പൂജിക്കാനുള്ള അവസ്ഥയാണ് കിട്ടിയിരുന്നത്. അങ്ങനെയുള്ളവർക്ക്, ആ മാടനെയും മർദ്ദയെയൊക്കെ പൂജിച്ചവർക്ക് ശിവനെയും ഗണപതിയൊക്കെ പൂജിക്കാനുള്ള അവസരങ്ങൾ കിട്ടി. ഞാൻ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞ് സമയം കൂടുതൽ ഇപ്പോൾ നമ്മുടെ മഠത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഭഗവാനെക്കുറിച്ചും ഭഗവാൻ എന്താണെന്നും ഒക്കെ നമ്മൾ അറിയണം. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ഭാഗവതം വായിക്കുന്നു, പിന്നെ ഭഗവാന്റെ പ്രഭാഷണങ്ങളൊക്കെ നടത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അറിയേണ്ടുന്ന വിധത്തിൽ ഗുരുവിനെ അറിയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് അറിയണമെങ്കിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അറിയാൻ പറ്റൂ. ഭഗവാന്റെ ആശയങ്ങൾ നാം ഓരോരുത്തരും ആ ആശയങ്ങളെ നാം ഉൾക്കൊണ്ട് കഴിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഗുരു എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റൂ. അങ്ങനെ സാമൂഹ്യ സേവനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെയായി 1979 മുതൽ പ്രവർത്തിച്ചു വന്ന എനിക്ക് 1999 കിട്ടിയ ഗുരുദേവ ദർശനത്തിന് ശേഷമാണ് നാളിതുവരെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് പരസ്യത്തിന് വേണ്ടി ഒന്നുമല്ലായിരുന്നു. സ്വന്തം മറ്റുള്ളവരുടെ അന്യദുഃഖത്തിൽ കരുണ തോന്നിയ എനിക്ക് അതെല്ലാം ചെയ്യുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇൻ്റർനാഷണൽ ട്രസ്റ്റിനെ കുറിച്ച് ആലോചിച്ചു. ആ ട്രസ്റ്റ് രജിസ്ട്രേഷനും അതിൻ്റേതായ അപ്രൂവലും വാങ്ങാൻ ഒരുപാട് കഷ്ടപ്പെട്ട് 2.5 വർഷത്തെ കഠിനാധ്വാനമാണ്. അതെല്ലാം ശരിയായി കിട്ടിയപ്പോഴാണ് പല പദ്ധതികളും ഇതിനകത്തുണ്ട്. എല്ലാവരും വയോജന മഠമെന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കാൻ കുറേ കാലം കൊണ്ട് എന്നോടൊപ്പം കുറച്ച് പേരുണ്ട്, ഭക്തരൊക്കെ ഉണ്ട്. ആരോരുത്തരും ഇല്ലാത്ത ദുഃഖിക്കുന്നവരുണ്ട്, ഒറ്റപ്പെട്ടവരുണ്ട്, രോഗികളുണ്ട്, എല്ലാം ഉണ്ട്. അവരുടെയൊക്കെ ദുഃഖങ്ങൾ മനസ്സിലായപ്പോൾ എന്നോടൊപ്പം വന്നു ചേർന്നിട്ടുള്ള ദുഃഖം പറഞ്ഞിട്ടുള്ളവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കാൻ ഏറ്റവും നല്ലൊരു പദ്ധതി ഇതാണ്. അപ്പം ഇത് പഴയ കാലം പോലെയല്ല. ഇപ്പോൾ പുതിയ സ്കീമുകളാണ്, പുതിയ ആക്ടിവിറ്റീസാണ് സെൻട്രൽ ഗവൺമെൻറ് വിടുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അത് നല്ല സർക്കുലറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്ത് ചെറിയ രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതിപ്പോൾ 10 പേര് ഇവിടെ പിന്നെ നമ്മുടെ കെയർ ഓഫിൽ, ട്രസ്റ്റിൻ്റെ കെയർ ഓഫിൽ, അത് എവിടെയെന്നോ അവിടെ ഇവിടെ നമ്മൾ ഞാൻ തീർത്ത് പറയുന്നില്ല. ഇത് ഇപ്പം നിൽക്കുന്നത് നമ്മുടെ മഠത്തിൻ്റെ അഡ്രസ്സിൽ ഇങ്ങനെ വരുന്നു പോകുന്നു. അല്ലാതെ സ്ഥിരമായിട്ട് ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് തുച്ഛം കുറച്ച് പൈസ കിട്ടും, അത് താമസിക്കാതെ കിട്ടും. അത് കിട്ടിയാൽ ഒരല്പം വസ്തു വാങ്ങിച്ച് അതിലൊരു കെട്ടിടം പണിഞ്ഞിട്ട് 10 പേരെന്ന് പറയുമ്പോൾ 10 പേരുടെ എല്ലാവിധമായ കാര്യങ്ങളും ഗവൺമെൻറ് അല്ലെങ്കിൽ ട്രസ്റ്റ് സംരക്ഷിക്കണം. അപ്പം അതിന് അവർ തരുന്ന പൈസ ഒന്നിനുമല്ല. പക്ഷേ നമുക്ക് ഈ അപ്രൂവലെല്ലാം കിട്ടി ഗവൺമെൻറ് 10 പൈസയെങ്കിലും ആനുകൂല്യം തന്നു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ സമ്പന്നരുണ്ട്, വ്യവസായികളുണ്ട്. അവരുടെ കയ്യിൽ നിന്നൊന്നും എടുത്ത് തരണ്ട.
അവർ ചെയ്യുന്ന വ്യവസായത്തിൽ നിന്ന് എത്ര കോടികൾ വരുമാനമുണ്ടെങ്കിലും അതിൽ 2.5% പൈസ ചാരിറ്റിക്ക് വേണ്ടി നീക്കി വെക്കണമെന്ന് നിയമമാണ്. അത് ഇന്നും ഇന്നലെയല്ല. ആ നിയമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, കേരള പിന്നെ വിദേശ രാജ്യത്തും ഉണ്ട്. അത് ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ ഒരു അപ്രൂവൽ നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അത് കൈവരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെ ഒന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇന്ന് പല സ്ഥലത്തുനിന്ന് വന്നവർക്കറിയാം ഈ ട്രസ്റ്റിൻ്റെ സ്വഭാവങ്ങൾ. ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്നത് സത്യസന്ധമായി അത് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് നാടിന് വേണ്ടി എത്ര പ്രയോജനപ്പെടുത്താമെന്നും ഒക്കെ അറിയാവുന്നവർ ഇവിടെ പലരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ട് പോയത് ഇതാണ്, ഇത് അമ്മ ഞാൻ നമുക്കൊന്നിരിക്കാം, ഒരിടത്ത് ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നമ്മുടെ MLA മന്ത്രിയാണ്. അദ്ദേഹത്തിനെ കൊണ്ട് കഴിയാവുന്ന സപ്പോർട്ടൊക്കെ നമുക്ക് ചെയ്യും. അപ്പോൾ കേന്ദ്രത്തിൻ്റെ കേരളത്തിൻ്റെ ഒക്കെ സപ്പോർട്ട് നമുക്കുണ്ടാവും. അതുപോലെ തന്നെ വിദേശ രാജ്യത്തു നിന്ന് പോലും നമുക്ക് സഹായം കിട്ടാനുള്ള എല്ലാ വകുപ്പുമുണ്ട്. ഇത് ഒത്തോണം ആരെക്കൊണ്ടും ഈ രജിസ്ട്രേഷനും ഇതിൻ്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പാടാണ്. അത് പല കാട് കയറി ചിന്തിച്ച് പലരും പലതും പറയുന്ന വേറെ ജോലി ഇല്ലയോ, ഈ തള്ളക്ക് ഈ വയസ്സാകാലത്ത് ഈ ഭാരം ചുമക്കേണ്ടെന്ന കാര്യമുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരോടൊക്കെ എനിക്കൊന്നും പറയാനില്ല. ശേഷിക്കുന്ന സമയമെല്ലാം നമ്മൾ ഏതായാലും ഗുരുദേവൻ അനുഗ്രഹം തന്നതിന് ശേഷം 2004 പറവൂർ ശ്രീധരൻ തന്ത്രി മന്ത്രദീക്ഷയിൽ തന്ന് നാമകരണവും നടത്തി. ഈ പേര് അത് ഞാനിട്ട പേരല്ല, ഞാൻ കൊണ്ടുകൊടുത്തതല്ല. പറവൂർ ശ്രീധരൻ തന്ത്രി ധ്യാനിച്ച് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു കൊടുത്ത പേരാ. അതിനെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഞാൻ സ്വീകരിച്ചിട്ട് അത് അർത്ഥവത്താക്കുവാൻ വേണ്ടി ഞാൻ കർമ്മവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതങ്ങനെ നടന്നു പോകും. ശേഷിക്കുന്ന സമയം അത് ഒരു പുണ്യം. ഈ പുണ്യമെന്നും ഒക്കെ പറഞ്ഞാൽ മോചനമെന്നും മോക്ഷമെന്നും പുണ്യമെന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യങ്ങളാണ്. അതൊക്കെ തട്ടിത്തെറിപ്പിച്ചൊക്കെ പോകുന്ന ആളുകൾക്ക് ചെന്ന് എത്തുന്ന എവിടെയാണെന്നറിയാമോ? അവർക്കൊക്കെ പുനർജന്മം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ജന്മമാണ് അവർക്ക് കിട്ടുന്നത്. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഒന്നും പറയുന്നില്ല. പക്ഷേ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈശ്വരൻ ഒരേ ഒരു കാര്യം മാത്രമാണെന്നുള്ളത് ഞാൻ പരസ്യമായിട്ട് പറയുകയാണ്. കാരണം ഞാൻ ഒരു ദിവസം എന്നെ ഈ പ്രവർത്തനത്തിനൊക്കെ പോയപ്പോൾ പലരും പലയിടത്തും വരുന്ന അപവാദങ്ങളും ആക്ഷേപങ്ങളും പറഞ്ഞ് പരത്തി തേജോവധം ചെയ്ത് അന്ന് ഒരുപാട് ദുഃഖിച്ചു. ആരോടും പറയാൻ പോലെ വീട്ടിലാണ് പറഞ്ഞ പിള്ളേർ ഇന്നെ ചാടിക്കും. അപ്പോഴത്തേക്കും ഒരു മനുഷ്യരുടെ അടുത്ത് പറയാൻ ഒക്കില്ല, ആരുടെ പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ സ്വയം അത് കരഞ്ഞ് സങ്കടപ്പെട്ട് ഇവിടെ വെച്ച് നിർത്താം എന്ന് പറഞ്ഞ് അന്നത്തെ രാത്രി ഉറങ്ങാതെ ഇരുന്നു. അപ്പോഴാണ് ഒരു സ്വപ്ന ദർശനം അടുത്തത്. ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കലിയുഗത്തിൽ സ്ത്രീകളെ മുഖാന്തരമാണ്. സ്ത്രീകൾക്ക് കണ്ണുനീരാണ്. അവരുടെ കണ്ണുനീര് മണ്ണിൽ വീഴുന്നത് ശാപമാണ്. അപ്പം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കുക ആ സ്വപ്നത്തിൽ കിട്ടിയത് ഇതാണ്. അന്ന് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. എന്തിനാണ് ഇനി ഒളിച്ചു വെക്കുന്നത്? ഞാൻ ഭഗവാനോട് പറഞ്ഞ ഇതാ, എനിക്ക് ശക്തി സിദ്ധിയും ബുദ്ധിയും അറിവും കഴിവും ഒക്കെ നീ എനിക്ക് തന്നിട്ട് ആ ഭഗവാനെ നീ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനും നിന്റെ നാമങ്ങൾ പാടി നടക്കാനുമാണ് എനിക്ക് വിധിക്കപ്പെട്ടെങ്കിൽ പിന്നെ നീ എന്നെ ഒരു ആണായിട്ട് ജനിപ്പിക്കാനെന്ന് ചോദിച്ചു. അന്നാ ഞാൻ ഒരു പാണ്ടക്കെട്ടെടുത്തത് ഓളയിലിട്ടിട്ട് കിടത്തുന്നതിലും അവിടെ ഇവിടെയൊക്കെ പോയി നാമം പാടി പറഞ്ഞ് നടക്കാമല്ലോ. എനിക്കിതൊന്നും കേൾക്കണ്ടല്ലോ. ഒരു സ്ത്രീ അല്ലയോ, ആ സ്ത്രീക്ക് ഒരു പരിമിതി ഇല്ലയോ? അപ്പം അത് അല്ലെങ്കിൽ അതിന് തർക്ക സപ്പോർട്ട് വേണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച്. അപ്പം എന്ത് പ്രവർത്തനം ചെയ്താലും അതിൻ്റെ നന്മയല്ല നോക്കുന്നത്, അതിലെന്തെങ്കിലും ഫാൾട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനെ ആണ് പരസ്യം. ഇവിടെ നല്ലതിന് യാതൊരു പരസ്യവും ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ കിളിക്കുന്നതോ കണ്ടത്തില്ല വിത്തല്ലല്ലോ, കളയല്ലി മുന്നേ ചാടിപ്പോണത്. അതുപോലെ അങ്ങനെ പോയി വർഷങ്ങൾ. ഞാൻ നിരപരാധിയായി ഞാൻ എൻ്റെ മനസ്സിനകത്ത് ഈശ്വരൻ തന്നത് ഒരിത്തിരി ശുദ്ധ ചിന്താഗതിയാണ്. അപ്പോൾ അങ്ങനെ തന്നപ്പോൾ ഞാൻ ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി. ആ പ്രവർത്തനം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ധർമ്മം പറയുമ്പോൾ ധർമ്മത്തിന്റെ തേര് തെളിച്ച് ലോകത്തെ രക്ഷിച്ചില്ല എങ്കിൽ ലോകം വെള്ളം കൊണ്ടുപോകും. സംശയമൊന്നുമില്ല, പിന്നെ ഒന്നും കാണത്തില്ല. അപ്പൊ ഇപ്പം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ കാലചക്രം കറങ്ങി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ കാട് കയറി ചിന്തിക്കുന്നു മനുഷ്യർ, എന്തൊക്കെ കാട്ടി കൂട്ടുന്നു, അവരുടെ മനസ്സിൽ എന്തെല്ലാം വിഷങ്ങളാണ് കടന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രളയം വന്നു,
സുനാമി വരുന്നു, പിന്നെ കൊറോണ വരുന്നു, മാരക രോഗം വരുന്നു. അപ്പോഴൊരു പരസ്യമുണ്ട്, എല്ലാവരും കേട്ടറിഞ്ഞു. ഒരു ഭയാനകമായ അവസ്ഥ. ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിലാണ് ഒരു ഭൂകമ്പം നടക്കുന്നതെങ്കിൽ ആ പത്രവാർത്ത, അതിനപ്പുറത്തില്ല.